ബഹുമാന്യരായ ദൈവത്തിൻ്റെ ദാസന്മാർ, കടന്നു വന്ന ദൈവമക്കൾ, നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യും. ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് രാത്രിയിൽ ഞാൻ തിരിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം, അതിൻ്റെ 9-10 വാക്യങ്ങളാണ് വായിക്കുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാത് സ്നേഹമാകുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ഒരു സന്ദേശം പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരനെ ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർക്കെല്ലാം അറിയാം. 4-ാമത്തെ സുവിശേഷം രചിച്ച അപ്പോസ്തലനായ യോഹന്നാൻ തന്നെയാണ് 1, 2, 3 യോഹന്നാൻ ഈ ലേഖനങ്ങൾ എഴുതിയത്. വെളിപ്പാട് പുസ്തകവും അദ്ദേഹം തന്നെയാണ് എഴുതിയത് എന്ന് നമുക്കറിയാം. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ വന്നപ്പോൾ കർത്താവിനെ ആഴമായി കർത്താവ് സ്നേഹിച്ച ഈ ശിഷ്യൻ എഫെസോസിലായിരുന്നു കർത്തൃവേല ചെയ്തത്. എഫെസോസ് സഭയുടെ നേതൃത്വം വഹിക്കുമ്പോൾ തന്നെ ഏഷ്യ മൈനറിലുള്ള പല സഭകളുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് നമുക്ക് പാരമ്പര്യങ്ങളിൽ നിന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയും. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ സ്വാഭാവിക മരണം യോഹന്നാന് മാത്രമായിരുന്നു. ഏകദേശം 100 വയസ്സുള്ളവനായി അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നതാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം ദൈവസ്നേഹത്തെക്കുറിച്ച് ഈ ലേഖനത്തിൽ ഉടനീളം പരാമർശിച്ചിട്ടുണ്ട്. ദൈവസ്നേഹം മാത്രമല്ല, ആ സ്നേഹം ഉൾക്കൊണ്ട രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അന്യോന്യം സ്നേഹിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യം ദൈവസ്നേഹത്തെക്കുറിച്ച് ഈ വായിച്ച വാക്യങ്ങളിൽ നിന്ന് വളരെ ശാന്തമായി നിർത്തി ആ വാക്യങ്ങളൊന്ന് വ്യാഖ്യാനിച്ച് ആ അനുഭവങ്ങൾ ഉണ്ടായ നമ്മളുടെ ഉത്തരവാദിത്വം കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് സമയത്തിന് തന്നെ നിർത്താനാണ് താല്പര്യപ്പെടുന്നത്. ഞാനൊരു ധൃതി പ്രസംഗകനല്ല, പ്രസംഗിക്കാൻ അറിയാം, അങ്ങനെ അത് നിങ്ങൾ കൈയടിക്കും. പക്ഷെ ശാന്തമായി പറയുന്നതിൻ്റെ ഉദ്ദേശം ഗൗരവമേറിയ ആത്മിക സത്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി നമ്മുടെ ഇടയിൽ രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം. എൻ്റെ ഭവനത്തിന് തൊട്ടടുത്ത് 80 ചില്ലുവാനം വയസ്സ് പ്രായമുള്ള ഒരു മാതാവ് ഈ കഴിഞ്ഞ ദിവസം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇന്നലെ വൈകിട്ട് ഞാൻ ആ ഭവനത്തിൽ ഒന്ന് സന്ദർശിച്ചു. ഇന്ന് രാവിലെ അടക്ക ശുശ്രൂഷയിലും സംബന്ധിച്ചു. ഇന്നലെ വൈകിട്ട് ശാന്തമായ അന്തരീക്ഷത്തിൽ മറ്റ് ചില ദൈവദാസന്മാരുണ്ടായിരുന്നു. പ്രായമുള്ള ഒരു ദൈവദാസൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു.
എന്താ നമ്മുടെ ഇടയിലൊക്കെ ഈ പരുവത്തിലായതെന്ന് അത് പിന്നീട് ഞാൻ വിശദീകരിക്കാൻ സമയമുണ്ടെങ്കിൽ. അദ്ദേഹത്തോടുള്ള എൻ്റെ മറുപടി, രക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓരോ വാക്കും നിങ്ങൾ പരിശോധിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിച്ചില്ലെങ്കിൽ ഇത് ഗ്രഹിപ്പാൻ കഴിയുകയില്ല, എനിക്കിത് പറയാനും കഴിയുകയില്ല. വളരെ താഴ്മയോടെയും പ്രാർത്ഥനയോടെയും ദൈവവചനത്തിൻ്റെ പൊരുൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ മനസ്സിലാക്കി തരുവാനായി ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. ഈ 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ 2 പ്രധാനപ്പെട്ട വിഷയമാണ്. ആ 2 വിഷയങ്ങളിലൂടെ ദൈവം ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. യേശുക്രിസ്തുവാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രധാന പ്രകടനം. ഇത് ദൈവമക്കൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ആത്യന്തിക സ്നേഹം മക്കൾ 100-ൽ 100 മേടിച്ചതല്ല. നമ്മൾക്ക് കിട്ടിയ വണ്ടിയും വീടും അല്ല. ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ആത്യന്തിക സ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന വെളിപ്പാടുകളാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. പലപ്പോഴും ഭൗതികമായ, താൽക്കാലികമായ, ദൈവം അനുവദിച്ച ചില നന്മകളാണ് ദൈവം നമ്മളോട് കാണിച്ച ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമെന്ന് ആത്മീകരെന്ന് പറയുന്നവർ പോലും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നല്ലൊരു വീടും നല്ലൊരു വണ്ടിയും നല്ലതാണ്. അത് ദൈവം ഇല്ലെന്ന് പറയുന്നവന് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭാരതത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ 40 ഇരുന്നിട്ടല്ല അത് കിട്ടിയത്, കെട്ട് പൊട്ടിച്ചിട്ടുമല്ല കിട്ടിയത്. കമ്പോളത്തിൽ ചരക്കിറക്കാൻ അവൻ അറിയാം. അതുകൊണ്ട് ദൈവമക്കൾ ദൈവവചനം എന്താണ് പറയുന്നത് എന്നതിലേക്ക് മടങ്ങി വരണം. കടന്നു വരുന്ന പ്രവാചകൻ അന്യഭാഷയുടെ അകമ്പടിയോടുകൂടെ ന്യൂസിലൻഡും UK-യും കാണുമ്പോൾ നമ്മൾ കയ്യാഞ്ഞടിക്കും, ധൃതിയിലടിക്കും, താളം തെറ്റിയൊക്കെ അടിക്കും. അവിടെ പോകണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. ദൈവം അയച്ചെങ്കിൽ പോക്കോ. ദൈവത്തിൻ്റെ ആത്യന്തിക സ്നേഹത്തിൻ്റെ വെളിപ്പാട് അതല്ല എന്നത് ഞാൻ ഉണ്ടാക്കി പറയല്ല, തിരുവെഴുത്തിൽ നിന്നതാണ് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹം എങ്ങനെയാണ് ദൈവം പ്രദർശിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് തിരുവെഴുത്തിലൂടെ ഒരു നല്ല അറിവ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾക്കുണ്ടാകണം. ചെറുപ്പക്കാർ, യൗവനക്കാരത്തികൾ, യൗവനക്കാർ ശ്രദ്ധയോടെ കേൾക്കണം. ഓളത്തിലും ഒഴുക്കിലും അവരും പോകുകയാണ്. പാട്ടിന് ട്രോഫി കിട്ടി, പ്രസംഗത്തിന് ട്രോഫി കിട്ടി. അതുകൊണ്ട് എന്തോ ദൈവത്തിൻ്റെ വലിയ സംഭവമാണ് അവരുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ട്രോഫി കൊണ്ട് നരകത്തിൽ പോകും. ഇത് നല്ല കൃത്യമായി വേർപെട്ട സമൂഹം തിരിച്ചറിയണം. യൗവനക്കാര് തിരിച്ചറിയണം. സുവിശേഷത്തിലേക്കും ദൈവവചന ധ്യാനത്തിലേക്കും നാം മടങ്ങി വരണം.
നിങ്ങൾ നോക്കൂ, ഈ 4-ാമത്തെ അധ്യായത്തിന്റെ 9-10 വാക്യം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നത്. ഒന്ന്, 9-ാം വാക്യം, ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അതിനാൽ ദൈവം അവിടുത്തെ ഈ വലിയ സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയാണ്. അവിടുത്തെ സൂചന യേശുക്രിസ്തുവിന്റെ ഇൻകാർണേഷൻ, ജഡാവതാരം. പിതാവാം ദൈവം പുത്രനെ അയച്ചു. അതാണ് 9-ാം വാക്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ ദൈവിക സ്നേഹത്തിന്റെ നിഷേധിക്കാൻ കഴിയാത്ത തെളിവ് അതാണെന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ വാദിക്കുന്നത്. 2-ാമത്തെ കാര്യം 10-ാം വാക്യത്തിലുണ്ട്. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത്. അപ്പൊ പ്രായശ്ചിത്തയാഗം, യോഹന്നാൻ വാദിക്കുന്നു, ദൈവസ്നേഹത്തിന്റെ പ്രദർശനമാണ്. ഈ 2 കാര്യങ്ങളിലാണ് നാം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒന്ന്, സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിൽ മനുഷ്യനായി ദൈവത്തിന്റെ പുത്രൻ കടന്നു വന്നു. അതിൽ ദൈവത്തിന്റെ സ്നേഹം കാണാം. 2, കാൽവരി ക്രൂശിലെ ക്രിസ്തുവിന്റെ യാഗമരണം പ്രായശ്ചിത്ത മരണമായിരുന്നു. അതിലും ദൈവം ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പൊതുവെ ഇന്നലെയാണ് ലോകമെല്ലാം ഗുഡ് ഫ്രൈഡേ ആചരിച്ചത്. ഒരുപാട് പേർക്ക് ഗുഡ് ഫ്രൈഡേ കഞ്ഞിയും പയറുമാണ്. എന്താ സംഭവമെന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ പറയുന്നു പ്രായശ്ചിത്ത മരണം. അതുകൊണ്ട് ഈ 2 വാക്യങ്ങൾ കുറച്ചുകൂടെ സൂക്ഷ്മമായി നോക്കുവാനായി നമുക്ക് തയ്യാറാകാം. 9-ാം വാക്യം, പുറകിൽ അല്പം വെട്ടമൊക്കെ കുറവാണെങ്കിലും നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കാൻ പഠിക്കുവാനായി ബോധപൂർവം ഒരു ശ്രമം നടത്തുവാൻ ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം നമുക്കിന്ന് രാത്രി ദൈവം നമ്മെ എങ്ങനെയാണ് സ്നേഹിച്ചത് എന്ന് മനസ്സിലാകണം. ബാക്കിയെല്ലാ താൽക്കാലികമായി അനുവദിക്കപ്പെട്ട നന്മകൾക്കായി സ്തോത്രം. അത് നമുക്ക് മാത്രമല്ല, ഇത് കോമൺ ഗ്രേസ് എന്ന് പറയും, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ വിശേഷമായ നിലയിൽ രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിച്ചവരോടുള്ള ദൈവത്തിന്റെ സ്നേഹം നാം തിരിച്ചറിയണം. 9-ാം വാക്യം, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ആദ്യത്തെ ഭാഗം എടുക്കുക. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ, ആ പുത്രനെയാണല്ലോ ലോകത്തിലേക്ക് അയച്ചത്. അവിടെ ഏകജാതൻ എന്നൊരു പദപ്രയോഗം, ആ പദപ്രയോഗം ചിലർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഓ, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പുത്രനൊരു തുടക്കമുണ്ടോ? അത് ആ പ്രയോഗത്തിന്റെ യഥാർത്ഥ അർത്ഥം തിരിച്ചറിയാത്തത് കൊണ്ട് കേവലം അത് മാനുഷികമായി ആ വാക്കിനെ നാം ചിന്തിക്കുന്നത് കൊണ്ട് അങ്ങനൊക്കെ നമുക്ക് തോന്നിപ്പോകുകയാണ്. മൊനോഗനേസ് എന്നൊരു യവനായ പദമാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്, ഏകജാതൻ. അർത്ഥം ഇതാണ്, യുണീക് സൺ. അങ്ങനെ ഒരു വേറെ ആളില്ല, പ്രത്യേകമായ അതുല്യനായ എന്ന അർത്ഥം വരികയാണ്. അതുല്യനായ ദൈവത്തിന്റെ പുത്രൻ എന്നതാണ് അവിടുത്തെ അർത്ഥം. നിങ്ങൾക്കെല്ലാം അറിയാമെന്ന ഒരു വാക്യമാണ്
ഈ ദൈവത്തിന്റെ പുത്രൻ ആരാണ്? യോഹന്നാൻ 1, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-2 വാക്യം. ആഹാ, കാണാതറിയാം. പക്ഷെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുണ്ടോ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം, അത് ശ്രദ്ധിച്ചില്ല നിങ്ങൾ? വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തിന്റെ വെളിപ്പാടാണ് വേദപുസ്തകം പറയുന്നത്. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് 2-ാം വാക്യവും പറയുന്നു. ആ വചനം 14-ാം വാക്യം പറയുന്നു കർത്താവായ യേശുക്രിസ്തുവാണ്. വചനം ജഡമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. കുറച്ചുകൂടെ താഴോട്ട് വായിക്കുമ്പോൾ യേശു കർത്താവാണെന്നുള്ളതിന്റെ തെളിവുകൾ അവിടെ ഉണ്ട്. അപ്പൊ യേശുക്രിസ്തു ദൈവമാണ്. അതിന്ന് രാത്രി തെളിയിക്കുന്നതല്ല എന്റെ വിഷയം. എങ്കിലും അത് പറയാതെ പോകുന്നത് ശരിയല്ല. ഏകജാതൻ എന്ന് പറഞ്ഞാൽ അതുല്യനായ ദൈവത്തിന്റെ പുത്രൻ. അല്ലാതെ ദൈവത്തിന്റെ പുത്രന് ഒരു തുടക്കമുണ്ടായിരുന്നു എന്നതല്ല അതിന്റെ അർത്ഥം. ഇന്നലത്തെ നിത്യത മുതൽ പിതാവാം ദൈവത്തോട് കോ ഇറ്റേണൽ, കോ ഈക്വൽ, പിതാവും പുത്രനും തുല്യരാണ്. ഇന്നലത്തെ നിത്യത മുതൽ ഊഷ്മളമായ ബന്ധത്തിലായിരുന്നു ദൈവത്തിന്റെ പുത്രനും പിതാവും. അവിടുന്ന് ദൈവമാണ്. പിതാവ് തൃത്വത്തിൽ രണ്ടാമനാകുന്ന ദൈവത്തിന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്. അടുത്ത പ്രയോഗം അങ്ങനെയാ. എന്തിനാ അയച്ചത്? അതിൽ അന്തർലീനമായി കിടക്കുന്നത് നേരത്തെ ഈ പറയുന്ന ജീവൻ നമുക്കില്ലായിരുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. ആദാമ്യ കുലത്തിൽ കടന്നു വന്നിട്ടുള്ള സകല മനുഷ്യരും പാപികളാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. ചില ആളുകളൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ മക്കളെ എന്നെ നല്ല മോന, നല്ല മോന, പൊന്നു മോന. ഈ അടുത്ത സമയങ്ങളില് എന്നോട് പലരും പ്രസംഗം കേട്ടിട്ട് വന്ന് പറഞ്ഞു, ഇപ്പം മനസ്സിലായി അത്ര പൊന്നല്ല. രക്ഷിക്കപ്പെടാത്ത നമ്മുടെ മക്കൾ പാപികളാണ്. ദൈവത്തിന്റെ കോപമാണ് അവരുടെ മേൽ. അവർ നരകത്തിൽ പോകും. അമ്മയുടെ ഉദരത്തിൽ തന്നെ ഉരുവാകുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ they are a sinner, പാപിയാണ്. ഇതാണ് വേദവസം പറയുന്നത്. അല്ല 15-ാമത്തെ വയസ്സിൽ നമ്മൾ മുക്കിപ്പൊക്കുന്നതല്ല രക്ഷ. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവസ്നേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? സൺഡേ സ്കൂളിനായി സ്തോത്രം, യൂത്ത് മീറ്റിങ്ങിനായി സ്തോത്രം, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ എനിക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലായി, ഞാൻ നിങ്ങളോട് പറയാം, മാതാപിതാക്കളുടേതാണ് പ്രൈമറി ഉത്തരവാദിത്വം ക്രിസ്തുവെങ്കിലേക്ക് യുവാക്കളെ നടത്തേണ്ടത്. ഉത്തരവാദിത്വം മാതാപിതാക്കളുടേതാണ്. പക്ഷെ മാതാപിതാക്കൾ തന്നെ ദൈവസ്നേഹത്തെ തരംതാണു കാണുന്നു. അഡ്മിഷൻ എടുത്ത് കെട്ടുപൊട്ടിച്ച് അഡ്മിഷൻ എടുക്കുക. ഇവൻ UK പോകും, ഇവൻ US കാനഡയിലോ പോകും. രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്താണ്? Praise the Lord. നാം അവനാൽ ജീവിക്കേണ്ടതിന്. ഇവിടെ ജീവിക്കേണ്ടത് എന്ന വാക്കിന്റെ അർത്ഥം, നേരത്തെ നമ്മൾ മരിച്ചവരായിരുന്നു. ആത്മീകമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കുക. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രനെ പിതാവാം ദൈവം ഈ ഭൂമിയിൽ അയച്ചത്. അല്ലാതെ മേഴ്സഡീസ് തരാനല്ല, സമൃദ്ധിയായ ജീവൻ തരുവാൻ.
ജീവൻ അവനിലാണ്. യോഹന്നാൻ 1:4 പറയുന്നു, അവനിലാണ് ജീവൻ, അവനാണ് ജീവന്റെ ഉറവ. നിത്യജീവൻ എന്ന് ചിലര് ചിന്തിക്കുന്നത് അന്ത്യമില്ലാത്ത വർഷങ്ങൾ. നല്ലതാ, അത് സെക്കൻഡറി ആയിട്ട് ചിന്തിച്ചു. പ്രാഥമികമായി അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ജീവൻ. നിത്യത, നിത്യം എന്ന വാക്ക് ദൈവത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ദൈവത്തിന്റെ ജീവൻ, നിത്യജീവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ ഉള്ളിലേക്ക് പകരപ്പെടുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നമ്മെ അവൻ ക്രിസ്തു മൂലം ഉയർപ്പിക്കുന്നു. ഇതാണ് രക്ഷിക്കപ്പെട്ട അനുഭവം. അതിലേക്ക് ദൈവസഭ മടങ്ങി വരണം. അല്ലെങ്കിൽ കൂട്ടത്തിൽ പാട്ട് പാടാൻ ഈ കൈയൊക്കെ ആഞ്ഞടിക്കാം, ഉറപ്പാണ് വേദോസം പറയുന്നത് നരകത്തിൽ പോകുന്നു. രക്ഷിക്കപ്പെടാതെ അന്യഭാഷ പറഞ്ഞാലും പ്രയോജനമില്ല. ഗ്ലോറി ഗ്ലോറി ഒന്നും പറഞ്ഞാൽ ഒന്നും പ്രയോജനമില്ല. ദൈവം ആരാണെന്ന് പുസ്തകത്തിന്റെ വെളിപ്പാട് ഏറ്റെടുക്കണം. ദൈവം ക്രിസ്തുവിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഗ്രഹിക്കണം. മറ്റേത് മതമാണ്, മതം ബന്ധനമാണ്. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ ആത്മികതയിലേക്ക് ദൈവജനം മടങ്ങി വരണം. നാം അവനാൽ ജീവിക്കേണ്ടതിന് യോഹന്നാൻ 14:6 അത് നിങ്ങൾക്ക് മനഃപ്പാടമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആ ജീവൻ അവനിലാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഏക മധ്യസ്ഥൻ, the man Jesus Christ. അവനിലൂടെ അല്ലാതെ ജീവനില്ല. ധൃതി കൈയടിച്ച ജീവൻ വ്യാപരിക്കത്തില്ല. ഇത് ഉള്ളിൽ, the life of God in the soul of man. അതിനാണ് പിതാവാം ദൈവം പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഞാൻ 2 വാക്യങ്ങൾ വായിച്ചിട്ട് മുന്നോട്ട് പോകാം. ഈ യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-12 വാക്യം. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവൻ ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. ഉണ്ടോ ജീവൻ? നമ്മൾക്കിപ്പോ അക്ഷരികമായ ജീവനുണ്ട്, അതല്ല ഇവിടെ പറയുന്നത്. ആന്തരികമായ ആത്മീകമാകുന്ന അബണ്ടന്റ് ലൈഫ്, നിത്യജീവൻ, സമൃദ്ധിയായ ജീവൻ, അത് ക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കൂ. അതിനാണ് യേശു ഈ താണഭൂമിയിൽ വന്നത്. അതാണ് പിതാവ് പുത്രനെ അയച്ചപ്പോൾ പിതാവ് ആഗ്രഹിച്ചത്. പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകണം. ഇങ്ങനെ അവിടുന്ന് അവിടുത്തെ സ്നേഹം പ്രദർശിപ്പിക്കുന്നു. നമുക്ക് ആ 9-ാം വാക്യം പിന്നെയും നോക്കാം. ശരിക്കും കർത്താവായ യേശുക്രിസ്തുവിൽ അർപ്പിക്കുന്ന വിശ്വാസത്താലാണ് ഈ നിത്യജീവൻ നമുക്കുണ്ടാകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:15 അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. വേദപുസ്തകം വിശ്വാസത്തെ പോലും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്ന എല്ലാവർക്കും വിശ്വാസം ഇല്ല പ്രിയരെ. ഉപരിപ്ലവ വിശ്വാസമുണ്ട്, രക്ഷിക്കുന്ന വിശ്വാസമുണ്ട്. ഇപ്പോൾ ഞാൻ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. തോന്നലുകളല്ല വിശ്വാസം. ഉറച്ചാരാണ്ട് സംസാരിച്ചപ്പോൾ നമ്മൾ അങ്ങ് കൈപൊക്കി, അത് വിശ്വാസമല്ല. ശരിക്കും ദൈവവചനത്തിലെ വെളിപ്പാടുകൾ ആത്മാവിനാൽ നമ്മുടെ അന്തരാത്മാവിൽ ബോധ്യങ്ങൾ ഉണ്ടാകണം. 3 ഘടകങ്ങളാണ് രക്ഷിക്കുന്ന വിശ്വാസത്തിൽ. 1, കൃത്യമായ തിരുവെഴുത്തിലൂടെയുള്ള അറിവ്. 2,
ആ അറിവ് എനിക്ക് ബോധ്യമായി മാറണം. 3, ആ ബോധ്യത്തിൽ നിന്ന് ഞാൻ എടുക്കുന്ന തീരുമാനം. അല്ലാത്തത് രക്ഷിക്കുന്ന വിശ്വാസമല്ല. എത്ര ആളുകളെയാണ് നമ്മൾ കൊണ്ട് സ്നാനപ്പെടുത്തിയിരിക്കുന്നത്? സ്നാനപ്പെടണം ബ്രദറെ, അല്ലെ കർത്തൃമേശ എഴുതത്തില്ല. എന്നാ പിന്നെ സ്നാനപ്പെടുത്തിയേക്കാം. മെമ്പർഷിപ്പ് വേണമെങ്കിൽ സ്നാനപ്പെടണം. അങ്ങനെയുള്ളവരെ എല്ലാം കൂടെ കൊണ്ട് സ്നാനപ്പെടുത്തി. എന്നോട് എത്ര പേരാണെന്നറിയോ പറഞ്ഞത്, പാസ്റ്റർ ഒന്നുകൂടെ സ്നാനപ്പെടുത്താമോ? അതൊന്നും ഇപ്പൊ പറയാൻ സമയമെടുക്കുന്നില്ല, കാരണം നമുക്കിത് തീർക്കാനൊക്കത്തില്ല. എൻ്റെ പാസ്റ്റർ എനിക്കൊന്നും അറിയത്തില്ല. ഒരാൾ പറഞ്ഞത് മാത്രം ഒന്ന് പറയാം. പുതിയൊരു സ്നാനക്കുളം പണിതു. നല്ല സ്നാനക്കുളം, നല്ല ടൈൽസൊക്കെ ഇട്ട് നല്ല രസമായിട്ട്. പ്രാദേശിക സഭാ പാസ്റ്റർ ഒരു പയ്യനെ വിളിച്ചു പറഞ്ഞിട്ട്, ഉദ്ഘാടനം നിന്നെ സ്നാനപ്പെടുത്തിയ, നീ സ്നാനപ്പെടണം. അവൻ പറഞ്ഞ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവനിത് എന്തുവാ സംഭവം എന്ന് പോലും അറിയത്തില്ല. ഇത് ഞാൻ ഒരു ഐറ്റം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വിചിത്രമാണ്. ഇതാണ് പലപ്പോഴും വേർപെട്ട സമൂഹത്തിൽ നടക്കുന്നത്. നോ, അത് വിടുതലല്ല, അത് മതമാണ്. രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. കൃത്യമായി യേശുക്രിസ്തുവിലൂടെ പാപക്ഷമ ലഭിച്ചുവെന്ന് ബോധ്യമായവൻ പരസ്യമായി സാക്ഷീകരിക്കുന്നതാണ് വിശ്വാസ സ്നാനം. ഈ 9-ാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. അതിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം. എന്താ ഈ ലോകം? പാപപങ്കുലമാകും ലോകം, ദൈവത്തോട് ശത്രുതയുള്ള ലോകം. ആ ലോകത്തിലേക്ക് ഈ സ്വർഗീയ മഹിമകളെ എല്ലാം വെടിഞ്ഞ് പിതാവ് പുത്രനെ അയക്കുകയാണ്. അയക്കുക എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ തന്നെ അന്തർലീനമായി കിടക്കുന്ന ആശയം, അവിടുന്ന് ഇന്നലെ മുതൽ ഉള്ളവരാണ്. ലോകത്തിലുള്ള എല്ലാ ശിശുക്കളും ജനിക്കുന്നത് പോലെ അല്ല കർത്താവ് നേരത്തെ ഉള്ളവൻ. പിതാവ് അയക്കുകയാണ്, ലോകത്തിലേക്ക് അയക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് അയക്കുന്നത്? നമുക്ക് ജീവൻ ഉണ്ടാകാൻ ഒരു പർപ്പസോട് കൂടിയാണ് വന്നത്. പിന്നെയും ഞാൻ നിങ്ങളോട് പറയാം, നല്ല എഡ്യൂക്കേഷൻ നല്ല കാര്യം, വണ്ടിയുണ്ടോ നല്ല കാര്യം, വീടുണ്ടോ നല്ല കാര്യം, ജോലിയുണ്ടോ നല്ല കാര്യം. ഇതൊന്നുമല്ല ആത്യന്തികമായ ദൈവസ്നേഹം. നോക്കിയ കർത്താവിന്റെ വാക്കുകൾ, ലൂക്കോസ് 19:10. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. മാർക്കോസ് 10:45 കർത്താവിന്റെ മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. 1 തിമോത്തിയോസ് 1:15 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പാപികളിൽ ഞാൻ ഒന്നാമൻ. പിതാവാം ദൈവം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമുക്ക് ജീവനുണ്ടാകാൻ. അതാണ് പ്രൈമറി പർപ്പസ്. വേറെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. പിതാവിനെ വെളിപ്പെടുത്തുവാൻ, മനുഷ്യരായ നമ്മൾക്ക് ഒരു മോഡലായി, എക്സാമ്പിളായി നിൽക്കാൻ. ഇങ്ങനെ സെക്കൻഡറി പർപ്പസുകൾ പലതുമുണ്ടെങ്കിലും ഏറ്റവും വലിയ പർപ്പസ് നമുക്ക് ജീവൻ തരുവാൻ. അതിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് പ്രദർശിപ്പിക്കുന്നത്. ഈ സ്നേഹം തിരിച്ചറിഞ്ഞവർ എത്ര പേർ ഇതിനകത്തുണ്ട്? ഈ സ്നേഹം ഉൾക്കൊണ്ടവർ, പിതാവ് പുത്രനെ എന്നെ സ്നേഹിച്ചുകൊണ്ട് ഈ പാപമംഗലമായ ഈ ലോകത്തിലേക്ക് എനിക്ക് ജീവൻ ഉണ്ടാകാൻ അയച്ചുവെങ്കിൽ ഞാൻ ഇന്നും പാപത്തിൽ കടന്ന് പുളയുകയാണ്. ആ സ്നേഹം എന്നിലേക്ക് ഒഴുകി വരുവാൻ ഇന്ന് രാത്രി ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? പ്രൈസ് ദി ലോർഡ്.
ആളുകൾക്ക് ഇതല്ല വിഷയം. 5 അപ്പവും 2 മീനും ഭയങ്കര ഉണർവായി. അടുത്ത ദിവസം യോഗത്തിനാളാ. കർത്താവ് പറഞ്ഞു, അന്ന് ഒരു വലിയ പ്രസംഗമാണ് പറഞ്ഞത്. അത്ഭുതം ചെയ്തില്ല. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. നിങ്ങൾക്ക് അപ്പമല്ല വേണ്ടത്, ഞാനാണ് അസലപ്പം. എന്നെ ഭക്ഷിക്കണം, എന്റെ രക്തം കുടിക്കണം. അവര് പറഞ്ഞു, ഇതിനൊന്നും അല്ല ഞങ്ങൾ വന്നു. മനുഷ്യർക്ക് ഈ ഫെൽറ്റ് നീഡ്, ഇപ്പോഴത്തെ കാര്യം സാധിക്കണം. കെട്ടുപൊട്ടിക്കാമോ? ഞങ്ങൾ വരാം. നിത്യജീവൻ, യേശുവുമായി ഉടമ്പടി ബന്ധം, അതൊക്കെ പിന്നാട്ട്. ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ വിട്ടുപോയി. 12 പേരവിടെ ഉണ്ട്. അവരോട് യേശു പറഞ്ഞു, നിങ്ങൾക്കും വേണേ പോകാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആര് പോയാലും പ്രമാണം മാറത്തില്ല. അവിടെയാണ് പത്രോസ് പറയുന്നത്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോവും? നിത്യജീവന്റെ മൊഴികൾ. സാധാരണ പാർഷന്മാരാണ് സ്തോത്രം എന്ന് പറഞ്ഞതിന് ഉടൻ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഒരുത്തം പിശാചാണ്. അങ്ങനുണ്ട്. ഒരയവും കർത്താവിനില്ല. കർത്താവ് പുരുഷാരത്തെ കണ്ടാൽ ഉടനെ ഇൻഫ്ലുവൻസ്ഡായി ദൂതം മാറ്റുന്നയാളല്ല. ദൈവരാജ്യം, പാപബോധം വരുന്ന ദൈവത്തിന്റെ ദൂത് പിതാവിൽ നിന്ന് പ്രാപിച്ച് കൊടുക്കുകയാണ് പുത്രൻ. അതാണ് ദൈവസ്നേഹം. അതാണ് ദൈവസ്നേഹം. താൽക്കാലികമായി ഭൗതികത്തിൽ ഇന്നത്തെ ആത്മീയ ആളുകൾ നിങ്ങളെ തളയ്ക്കാൻ നോക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്ത് ഇതിനപ്പുറത്താണ് ദൈവസ്നേഹം. എന്നെയും എന്റെ തലമുറകളെയും വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കള്ളപ്രവാചകന്മാരുണ്ട്. സംതിങ് ആണ് വിഷയം. അതിന് കാർമേഘ പടലം കാണും, കെട്ടുപൊട്ടും, അങ്ങനാണ് ഇങ്ങനാണ് എന്നൊക്കെ പറയും. ആരാധിച്ചാൽ ഇപ്പൊ വിടുക, അപ്പൊ കൈയിട്ടടിക്കും. കൈയടിക്കുന്നതാണോ ആരാധന? ഇങ്ങനെ ഒരു സമ്പ്രദായമാക്കി. അപ്പൊ എല്ലാവർക്കും നല്ലത്, പറയുന്നവനും ചില്ലറ, കേൾക്കുന്നവർക്ക് ഒരു സുഖം. പണ്ട് ഒരാള് ലോക്കൽ ഉപദേശിക്കെല്ലാം അറിയാം കേട്ടോ. ലോക്കൽ ഉപദേശി കയറി ഒരുത്തരെ പൊക്കി. പറഞ്ഞതെന്താണെന്നറിയോ? എന്നിട്ട് പ്രവാചകൻ വന്നിട്ട് പിടിച്ചില്ലല്ലോ. പ്രവാചകൻ ന്യൂസിലൻഡ് ഓസ്ട്രേലിയയൊക്കെ കാണും. നിന്റെ ചില പേപ്പറുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വളരെ ദൂരത്ത് പോയി പ്രിയരെ. നമുക്കിതാ സുഖം. ഈ ഫെൽറ്റ് നീഡാണ് സുഖം. ഇത് പലതും, എല്ലാം എന്ന വാക്യാൻ ഉപയോഗിക്കുന്നില്ല, ഇത് പലതും നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുകയാണ്. ഒരു വാഹനത്തിന് വേണ്ടിയാണോ ക്രിസ്തുവിന്റെ പുറകെ വന്നത്? ഒരു വീടിന് വേണ്ടിയാണോ വന്നത്? വസ്തുവിന് വേണ്ടിയാണോ വന്നത്? അതോ മരണത്തിൽ നിന്നും ജീവനിലേക്ക് വരാൻ മറ്റൊരു മാർഗവുമില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ. പിതാവ് അവിടുത്തെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിയണം. അല്ലെങ്കിൽ വൻ അപകടത്തിലാണ്. ഉള്ള ദൂതെല്ലാം കൂടെ നിങ്ങളൊന്ന് ക്രോഡീകരിച്ച് ഒന്ന് പഠിച്ചാൽ 2024 നീ ഒരു സംഭവമാവും. അത് 2023 ഇതാ കാച്ചത്. ബൈബിൾ ഇതല്ല പറയുന്നത്. നമ്മളെ സംഭവമാക്കുന്നതല്ല ദൈവത്തിന്റെ പ്രൊജക്റ്റ്. സംഭവം ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ മഹത്വത്തിന് വേണ്ടിയാണ്, അല്ലാതെ ലോകത്തിൽ നമ്മളെ സംഭവമാക്കുന്നതല്ല ദൈവത്തിന്റെ പ്രൊജക്ട്. തെറ്റിപ്പോകരുത്. കൃത്യവചനത്തിലേക്ക് മടങ്ങി വരണം. പെന്തക്കോസ്തിന്റെ അപജയം വചനത്തിൽ നിന്നവർ മാറി. വായി വരുന്നത് ദൂത. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രിപ്പറേഷൻ ഇപ്പൊ കിട്ടിയത് എനിക്കിപ്പോഴല്ല കിട്ടിയത്. പ്രാർത്ഥിച്ചൊരുങ്ങിയാ വന്ന്. അത് 1ാം ക്ലാസ് ഉഴപ്പന്റെ പണിയാ. അവിടെ ഇങ്ങനെ കറങ്ങി അടിച്ച് ഞായറാഴ്ച അങ്ങോട്ട് കയറി. പിന്നെ ഇവനുള്ളിടത്തോളം കാര്യം നടന്നോളും.
അതിലും ആ യൗവനക്കാർ നല്ല ക്രമത്തിലല്ലേ അങ്ങോട്ട് കൊട്ടിക്കൊണ്ടിരുന്നത്. പണ്ടൊരിക്കൽ ഞാനൊരു സഭയിൽ ചെന്ന് നോക്കിയപ്പോൾ എന്നോടി ഞാൻ ആ പയ്യനെ, അത് തമ്പറ എന്നാ പയ്യനെ വിളിച്ചു, നീ വന്നടാ. ഞാൻ രഹസ്യത്തിൽ അവനോട് ചോദിച്ചു, മോനെ നീ ആന്നോടാ ഇവിടുത്തെ ആരാധന നിയന്ത്രിക്കുന്നത്? അവൻ എന്നോട് ഒരു നാണവും ഇല്ലാതെ പറഞ്ഞു, ആന്ന് പാസ്റ്റർ. കാരണം ഇത് മൂപ്പിക്കാനും അവനറിയാം, എല്ലാം അവനറിയാം. കണ്ടോ, അതിന് രക്ഷിക്കപ്പെടുമെന്നും വേണ്ട, അവനറിയാം. ഇതിനകത്ത് നമ്മളായിപ്പോയല്ലോ പ്രിയരെ. ഇത് ചതിവാണ്. ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. God sent his only begotten son for us that we may live. അത് വേണ്ട. Praise the Lord. നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് തെറ്റാണെന്നല്ല പറഞ്ഞത്. അതിൽ കൈകൊട്ടുന്നതല്ല ആരാധന, ജീവിതമാണ് ആരാധന. ജീവിതം ഉള്ളവർ കൈകൊട്ടട്ടെ. കാരണം ചില ദൂത് കേൾക്കുമ്പോൾ ആരാധിക്ക് ഇപ്പൊ വിടുതലാണ്, അപ്പൊ കൈ അടിച്ചാൽ പേപ്പർ നീങ്ങും. നമുക്ക് തെറ്റുപറ്റരുത്. കർത്താവായ യേശുക്രിസ്തു വന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ 9-ാം വാക്യം, അതിന്റെ 2-ാം ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വാക്യം പൂർണ്ണമായിട്ട് കർത്തൃദാസന്മാരിൽ ഒരാൾ വായിക്കാം. ഞാൻ 2-ാം ഭാഗമാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. സ്നേഹം പ്രത്യക്ഷമായി. ആ 2 വാക്കുകളാണ്. ദൈവത്തിന്റെ സ്നേഹം എന്താണ്? ഇവിടെ ദൈവത്തിന്റെ ആ പ്രവൃത്തിയിലാണ് ആ ദൈവ സ്നേഹം ഡെമോൺസ്ട്രേറ്റഡ് ആയിരിക്കുന്നത്. ഈ ദൈവസ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കാൻ, ഈ ദൈവസ്നേഹം സാധാരണ മനുഷ്യർക്കറിയാവുന്ന ലെവലിലുള്ളതല്ല. ഈ ദൈവസ്നേഹം തികഞ്ഞ സ്നേഹമാണ്, അതിരുകൾ ഇല്ലാത്ത സ്നേഹമാണ്, സമ്പൂർണ്ണ സ്നേഹമാണ്, കുറ്റമറ്റ തികഞ്ഞ സ്നേഹമാണ്. ദ പെർഫെക്റ്റ് ലവ്. 4-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ആവർത്തിച്ച് പെർഫെക്റ്റ് ലവ്. ദൈവത്തിന്റെ സ്നേഹം തികഞ്ഞ സ്നേഹം. ഈ സ്നേഹം ഇത് ലോകത്തിൽ മറ്റെങ്ങും കിട്ടത്തില്ല. ആർക്ക് കിട്ടുമെന്നുള്ളത് സെക്കൻഡറി ആയിട്ട് ഞാൻ ഒരു ആപ്ലിക്കേഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ലോകക്കാര് ഇങ്ങനെയുള്ള സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്. ഇത് ദൈവത്തിന് മാത്രം ബിലോങ് ചെയ്യുന്ന ഒരു സ്നേഹമാണ്, പെർഫെക്റ്റ് സ്നേഹം. 8-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ ദൈവം സ്നേഹമാണെന്നല്ലേ എഴുതിയിരിക്കുന്നത്. God is love. ദൈവത്തിന്റെ സ്നേഹം പ്രത്യക്ഷമായി എന്നൊരു പദപ്രയോഗം. എന്താ ഇതിന്റെ അർത്ഥം? പിതാവാം ദൈവം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അത് ദൈവത്തിന്റെ സ്നേഹം പ്രത്യക്ഷമാക്കുകയാണ്, മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ക്ലിയറായി കാണാൻ കഴിയത്തില്ല. ദൈവം എക്കാലത്തും മനുഷ്യനെ സ്നേഹിച്ചെങ്കിലും യഹൂദന്മാരുടെ പല ചടങ്ങുകളിൽ ഒക്കെ ഇത് മറഞ്ഞു നിന്നു. പലപ്പോഴും ചിലയിടങ്ങളിലൊക്കെ ദൈവസ്നേഹം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്ര തുറന്ന് പണ്ടൊരിക്കൽ പോലും കാണാത്ത ഒരു ദൈവസ്നേഹം യേശുക്രിസ്തുവിന്റെ വരവിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്നത് പോലെ തുറന്ന് ഡെമോൺസ്ട്രേറ്റഡ് ആയി. ഇൻവിസിബിൾ ഗോഡ് ബിക്കേം വിസിബിൾ. കണ്ണിൽ കാണാൻ കഴിയാത്ത ദൈവം മനുഷ്യനായി ഇതാ ലോകത്തിൽ വന്നു. എല്ലാവർക്കും കാണാം. യേശുവിന്റെ പ്രവർത്തനത്തിലൂടെ, യേശുവിന്റെ വാക്കുകളിലൂടെ, ശുശ്രൂഷയിലൂടെ ഈ ദൈവത്തിന്റെ സ്നേഹം മാനിഫെസ്റ്റായി. ദൈവസ്നേഹം പ്രത്യക്ഷമായി. മറകളുള്ളത് നീക്കുന്ന അനുഭവം പോലെ. നേരത്തെ ഹൈഡായിരുന്നത്
നേരത്തെ കണ്ണിൽ കാണാതെ ഇരുന്നത് ആ മറ നീക്കി ദൈവത്തിന്റെ പുത്രൻ ചരിത്രത്തിൽ ഇറങ്ങി വന്നു. God loved, ദൈവത്തിന്റെ സ്നേഹം തുറന്നു കാട്ടുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, you want to see real love, you want to see perfect love, it is demonstrated in Christ. സ്കൂളിലും കോളേജിലും കിട്ടുന്നത് വ്യാജമാണ്. യഥാർത്ഥ സ്നേഹം, സമ്പൂർണ്ണ സ്നേഹം, കുറ്റമില്ലാത്ത സ്നേഹം, തികവുള്ള സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം ചരിത്രത്തിൽ വെളിപ്പെട്ടു, മാനിഫെസ്റ്റായി, മറനീക്കി. ഒരിക്കൽ പോലും ഇല്ലാത്തതുപോലെ അതിന്റെ മുഴുവൻ ബലത്തോടെയും ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതിനാ ഞാൻ നിർത്തി പറയുന്നത്. ഓരോ വാക്കും നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരിക. രാത്രിയോഗം കഴിഞ്ഞ് എന്താ പുള്ളി പറഞ്ഞു? എന്താ വന്ന സ്നേഹം എന്ന് കേട്ടു. കൊച്ചമ്മേ, ആൻറ്റി അങ്ങനൊന്നും പറയരുത്. നിർത്തിയാ പറയുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവർ ഇന്ന് രാത്രി കേട്ടോണം. ഇന്ന് രാത്രി ഇതിനകത്ത് ആളുകൾ രക്ഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല പദവികളൊക്കെ കാണും സഭയിലെ, പ്രാദേശിക സഭയിലെ സെക്രട്ടറി ആയിരിക്കാം, ട്രഷറർ ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ പുള്ളി ആയിരിക്കാം. ഇതെല്ലാം ശരിയാണ്. രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്നേഹം അറിയണം. പ്രൈസ് ദി ലോർഡ്. പ്രത്യക്ഷമായി എന്നുള്ള പദപ്രയോഗം. അപ്പോൾ ചരിത്രത്തിൽ ക്രിസ്തുവിന്റെ ഈ ജഡാവതാരത്തിൽ, അതാണ് അവിടുത്തെ വിഷയം. 9-ാം വാക്യത്തിൽ അവിടെയാണ് ദൈവം അവിടുത്തെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നത്. എന്നിട്ട് 33.5 തിരുവയസ്സ് പാപം കൂടാതെ അവിടുന്ന് ജീവിച്ചു. 3.5 വർഷം അവിടുത്തെ പരസ്യ ശുശ്രൂഷയിൽ ആളുകൾ അവിടുത്തെ വാക്കുകൾ ശ്രദ്ധിക്കുകയാണ്, അവിടുത്തെ അത്ഭുതങ്ങൾ കാണുകയാണ്. അതിന്റെ ക്ലൈമാക്സിൽ മൂന്നാനികളുടെ മേൽ ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായി, നമുക്ക് പകരക്കാരനായി he gave himself. അതാണ് റിയലി സ്നേഹം. പ്രൈസ് ദി ലോർഡ്. അതാണ് ശരിക്കും സ്നേഹം. പ്രത്യക്ഷനായി എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. സ്തോത്രം. 10-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. ദൈവത്തെ സ്നേഹിച്ചതല്ല. നിർത്തണം. 9-ാം വാക്യത്തിലെ പ്രധാനപ്പെട്ട വിഷയം, ദൈവത്തിന്റെ സ്നേഹം ക്രിസ്തുവിൽ വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ ഊന്നൽ ഇൻകാർനേഷൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജഡാവതാരം. ഇന്നലത്തെ നിത്യത മുതൽ പിതാവുമായി ഊഷ്മള ബന്ധത്തിലായിരുന്ന ദൈവത്തിന്റെ പുത്രൻ ലോകത്തിൽ കന്യകാജനനത്തിലൂടെ മനുഷ്യനായി. ശ്രദ്ധിക്കണേ, മനുഷ്യനായി എന്ന് പറയുമ്പോൾ ദ ഗോഡ് മാൻ, 100% ദൈവം, 100% മനുഷ്യൻ. ഒരു വ്യക്തി, 1 person, 2 natures. വേദശാസ്ത്രികൾ അതിനെ വിളിക്കുന്നത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. യുണീക്ക്. അങ്ങനെ വേറൊരാളില്ല. സ്തോത്രം. എന്തിനാ ഇങ്ങനെ വന്നത്? ഇന്ന് രാത്രി കർത്താവിന് പറയാനുള്ളത്, നിനക്ക് വേണ്ടിയാ വന്നത്. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. നീ തെറ്റിദ്ധരിച്ചു വാഹനവും വസ്തുവും വീടും മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളാണ് ആത്യന്തിക സ്നേഹം. നോ. ഈ ലോകത്തിലെ നിന്റെ താൽക്കാലിക വാസത്തിന് ശേഷം വിശുദ്ധനായ ദൈവത്തോട് കൂടെ താമസിക്കാൻ തക്കവണ്ണം പാപത്തിന്റെ ബന്ധനത്തെ അറുത്ത നിത്യജീവൻ നിന്നിൽ പകർന്ന് ദൈവമകൻ എന്ന തസ്തികയിലേക്ക് നിന്നെ കൊണ്ടുവന്ന് കാഹളം ധ്വനിക്കുമ്പോൾ നിന്നെ കൂടെ ചേർത്തുകൊണ്ട് പോകുവാന് ഇനിയും യേശു വരുന്നത്. അല്ലാതെ ഞാന് ഇവിടുത്തെ സെന്ററിലെ ഇന്ന സ്ഥലത്തെ ഒരു വലിയ പുള്ളിയാണ്, എടുക്കപ്പെടത്തില്ല. കർത്താവ് വരുമ്പോ വലിയ പുള്ളിയാ ഞാനെന്ന് പറഞ്ഞാൽ നടക്കുമോ? എത്രയോ വലിയ പുള്ളികൾ കൈവിടപ്പെട്ടു പോകും. സ്തോത്രം.
എൻ്റെ പപ്പായും മമ്മിയും ഉപദേശിമാരാ, മക്കളെ അത് പറഞ്ഞുകൊണ്ട് ഒരു രക്ഷയില്ല. ഇന്ന് രാത്രി ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തോട് നീ റെസ്പോണ്ട് ചെയ്യണം, നീ പ്രതികരിക്കണം. അതാണ് ദൈവം ഇത്ര വലിയ കാര്യം ചരിത്രത്തിൽ എനിക്ക് വേണ്ടി ചെയ്തു, ഞാൻ അതിനോട് പ്രതികരിക്കണം. എങ്ങനെയാ? വിശ്വാസത്താൽ പ്രതികരിക്കണം. ഈ യേശുവിനെ ഞാൻ ഏറ്റെടുക്കണം, ഈ യേശുവിന്റെ വഴിയിൽ ഞാൻ വരണം. കർത്താവ് വന്നു, അതാണ് 9-ാം വാക്യത്തിന്റെ സ്ട്രെസ്. 10-ാം വാക്യത്തിൽ അവിടുന്ന് വന്നു, അവിടുന്ന് എന്ത് നമുക്ക് വേണ്ടി ചെയ്തു. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ദൈവസ്നേഹത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അവിടെ അല്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. എന്താണ് ഈ പ്രായച്ചിത്തം എന്നൊക്കെ പറഞ്ഞാൽ? 10-ാം വാക്യം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചോണേ. അതിന്റെ തുടക്കം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. എന്താ ഇതിന്റെ അർത്ഥം? 19-ാം വാക്യത്തിൽ അതിന്റെ വിശദീകരണമുണ്ട്. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. അതാ അതിന്റെ വിശദീകരണം. ദൈവമാണ് ഇതിനെല്ലാം കാരണഭൂതൻ. ദൈവം ഇറങ്ങി വന്ന് സ്നേഹിച്ചു, നാം പ്രതികരിച്ചു. അല്ലാതെ നമ്മളിങ്ങനെ സ്നേഹിച്ചു പോയി ദൈവം പ്രതികരിക്കുകയല്ലായിരുന്നു. ഒരുപാട് ആളുകളുടെ ചിന്ത എങ്ങനെ, ചിലരൊക്കെ അങ്ങ് വാചാലമായി സാക്ഷ്യം പറയും, ഞാനൊരു സത്യാന്വേഷിയായിരുന്നു, ഞാൻ മലകൾ താണ്ടിപ്പോയി. ചുമ്മാ ഇരി എൻ്റെ സഹോദര. പാപിയായ മനുഷ്യൻ കറപ്റ്റാണ്, അവന്റെ ഹൃദയം ഡിപ്രൈവ്ഡ് ആണ്. സ്വാഭാവികമായി ദൈവത്തെ അന്വേഷിക്കുന്നവരല്ല മനുഷ്യർ. പാപിയായ മനുഷ്യന്റെ സ്കാനിംഗ് റിപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റോമാലേഖനം 3-ാം അധ്യായം പിന്നീട് വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ മതി. ഓരോ സെല്ലും അവൻ്റെത് കറപ്റ്റഡാണ്. അങ്ങനെയല്ല ഈ സ്നേഹം വർക്ക് ചെയ്യുന്നത്. ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു, നാം അവനോട് പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. ദൈവമാണ് ഇതിന്റെ തുടക്കക്കാരൻ. ദൈവമാണ് നമ്മളെ നിരന്തരമായി പിന്തുടർന്നത്. ഗൾഫിലായിരുന്നപ്പോ പിന്തുടരുകയായിരുന്നു, നാട്ടിൽ വന്ന് പിന്തുടരുകയായിരുന്നു, ഓരോ കണ്ടീഷൻ പിന്തുടരുകയായിരുന്നു, സ്വസ്ഥത തരാതെ പിന്തുടരുകയായിരുന്നു. ഒടുവിൽ നമ്മുടെ 4 വർഷവും അടച്ചു പിന്തുടരുകയായിരുന്നു. നമുക്ക് ഓപ്ഷൻ ഇല്ല, തിരിഞ്ഞു നമ്മൾ ദൈവത്തിന്റെ. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. അപ്പൊ ഒരു ചോദ്യം, എന്നാ ഈ സ്നേഹം തുടങ്ങിയത്? വാക്യം വായിക്കാൻ നിൽക്കുന്നില്ല. എഫേസ്യർ 1:4-5 വാക്യം. ഇന്നലത്തെ നിത്യത മുതൽ അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മൾ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മനസ്സിലാക്കണം, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇവിടെ വന്നത് തന്നെ ദൈവത്തിന്റെ ആലോചനയിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാ. നിങ്ങൾക്ക് ഈ സ്നേഹം വ്യക്തിപരമായി രുചിച്ചറിഞ്ഞിട്ടില്ലായിരിക്കും, പക്ഷേ God brought you to this place. ദൈവത്തിന്റെ സ്നേഹത്തെ ഒരു മനുഷ്യൻ വിശദീകരിക്കുമ്പോൾ ആത്മാവ് ഇതിനകത്ത് നിന്റെ ഹൃദയത്തിനകത്തോട്ട് വാദിക്കും. അത് ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലത്തെ നിത്യത മുതൽ ആ സ്നേഹമുണ്ട്. നീ ജനിച്ചു കഴിഞ്ഞിട്ട് പ്രായപൂർത്തിയായിരുന്നപ്പോൾ ആ pursuing നീ അനുഭവിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോയ ആരെങ്കിലും പറയും, കോളേജിൽ പോയ ആരെങ്കിലും പറയും, ജോലി സ്ഥലത്ത് പറയും, വിദേശത്ത് പോയ പറയും, പിന്നെ ഇവിടെ വന്നപ്പോ പറയും. ഇങ്ങനെ ദൈവം നിന്റെ പുറകെ ഉണ്ട്. ഇന്ന് രാത്രി തിരിച്ചു പ്രതികരിക്കുന്ന രാത്രിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാപ്രവചനം 53:6. നമ്മുടെ അസൽ സ്ഥിതി ഇതാണ്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. അല്ല, ഞാൻ സ്നാനപ്പെട്ടിട്ടുണ്ട്, ഇനിയിപ്പോ എൻ്റെ കാര്യം. അതാണ് നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നം. സ്നാനപ്പെട്ടാൽ വിസ റിസർവ്ഡ് അല്ല, അത് തെറ്റിദ്ധാരണയാണ്. മറ്റു ചിലർ ചിന്തിക്കുന്ന സ്നാനത്തിനകത്ത് രക്ഷ എന്ന. അതൊക്കെ പറയേണ്ട കാര്യമാണ്, സമയം പോകുന്നല്ലോ. ഈ അടുത്തിടെ ഒരു ചെറുപ്പക്കാരൻ രക്ഷിക്കപ്പെട്ടു കേട്ടോ.
രക്ഷിക്കപ്പെട്ടത് പറഞ്ഞാൽ സ്നാനപ്പെട്ട ശേഷം രക്ഷിക്കപ്പെട്ടു. ഭൂലോക തല്ലിപ്പൊളി. പെന്തിക്കോസുകാരനാന്നേ, മയക്കുമരുന്നും വെള്ളമൊക്കെ അടിക്കുന്നവനാ. അയ്യോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും അങ്ങനല്ല. പെട്ടെന്ന് അങ്ങനെ കയറി പറയരുത്. ഇപ്പം ഇവനെ ആളുകൾക്ക് പേടിയായിരുന്നു. 3 വർഷം ഇവൻ സഭായോഗത്തിൽ പോയിട്ടില്ല. 3 വർഷം. അവന്റെ അമ്മയ്ക്ക് സഭായോഗത്തിൽ പോകാൻ വിളിക്കാൻ ഭയമായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു തോന്നൽ, അത്തറ്റം വരെ ഒന്ന് പോയേക്കാം. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആളുകളെല്ലാം കൂടെ പറഞ്ഞു, എടാ സകല പ്രശ്നവും മാറും, നീ സ്നാനപ്പെട്ടാ മതിയെന്ന്. അവനോർത്തെന്നാ പിന്നെ സ്നാനപ്പെട്ടേക്കാം. അവൻ വെള്ളത്തിലിറങ്ങി ആളുകൾ മുക്കി. അപ്പൊ അടുത്ത പടി അഭിഷേകം പ്രാപിക്കണം. എന്നോട് ഈ പയ്യൻ നേരിട്ട് പറഞ്ഞതാ കേട്ടോ. ആരോ ഒരു വിദഗ്ധനെ ഇറക്കി, കാരണം അഭിഷേകം കൊടുക്കാൻ. പുള്ളി മരിച്ചവരെയൊക്കെ ഉയർപ്പിച്ചിട്ടുള്ള ആളാണ്. എന്നോട് പറഞ്ഞു, അവിടെ ഒത്തിരി പേരൊക്കെ എഴുന്നേറ്റ് നിർപ്പിച്ചു, പലർക്കും പ്രാപിക്കുന്നുണ്ടെന്ന് പറയുന്നു. എനിക്കും എൻ്റെ ഒരു സ്നേഹിതനും ഒന്നും കിട്ടുന്നില്ല. ആ കിട്ടാത്തതുകൊണ്ട് അവരായി പിന്നെ ടാർഗറ്റ്. അപ്പൊ ഒരു കാര്യം ഇവന് ബോധ്യമായി, വല്ലതും പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ പോകാൻ ഒക്കുകയില്ല. ഒടുവിൽ അവന്റെ വയറിൽ കയറി ഒരു പ്രത്യേക നിലയിൽ ഒരു പിടി പിടിച്ചിട്ട് അവനെ ഉന്തിത്തള്ളി താഴെ ഇട്ടു. എന്നോട് പറഞ്ഞു, എൻ്റെ ഭാഷങ്ങളെ എനിക്ക് ഒരു സംഭവം ഉണ്ടായില്ല, എങ്ങനെയും വീട്ടിൽ പോകണ്ടേ. അവൻ പാപി, കുതിർന്ന പാപി, കെട്ടുപൊട്ടാത്ത ഭാവി, അവസാനം എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞൊരു പ്രഭാഷണം കേൾക്കാൻ വന്നു. യേശുക്രിസ്തുവിലൂടെ ആത്മരക്ഷ ഉണ്ടെന്നുള്ളത് ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ക്ലിക്കായി. അത് ദൈവാത്മാവിന്റെ പ്രവൃത്തിയാ. അവന് പാപബോധം വന്നു. അതാണ് ആദ്യം വരേണ്ടത്. ഐ ആം എ സിന്നർ. ഇന്ന് ആളുകൾക്ക് അതില്ലല്ലോ. അതിന്റെ കാരണം ഇതാ, സുവിശേഷമല്ലല്ലോ പറയുന്നത്. ഈ ചെറുപ്പക്കാരൻ അവന്റെ ജീവിതത്തെ കർത്താവിന് കൊടുത്തു. കർത്താവിനെ ആത്മരക്ഷകനായി സ്വീകരിച്ചു. കേൾക്കണേ, ഒരു ഫാമിലി കോൺഫറൻസ് നടക്കുക, ആത്മാവിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായി. അവൻ അസലായി ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറഞ്ഞു. ഒത്തിരി ആളുകൾ ചിന്തിച്ചിരിക്കുക, അവനെ വിസ കിട്ടിയിരിക്കുക, UK പോകാൻ, സ്നാനപ്പെടുത്തിയിട്ടങ്ങ് വിടാം എന്ന് പറഞ്ഞാൽ എന്താ, അതെന്തോ ഒരു സംഭവം. സ്നാനത്തിന്റെ പ്രാധാന്യത ഞാൻ കുറയ്ക്കുകയാണെന്ന് എന്നെ വിമർശിക്കരുത്. രക്ഷിക്കപ്പെട്ടവരാ സ്നാനപ്പെടേണ്ടത്. ഇനി നിങ്ങൾക്കങ്ങ് കടുത്ത വാശി എന്നോട് തോന്നിയാൽ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കിതാബ് ഒന്ന് വായിച്ചാൽ മതി. അവിടെ ഇത് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ബലമായോ, അപ്പൊ ദുരുപദേശം അല്ലല്ലേ? അല്ല. സ്തോത്രം. നാം എല്ലാവരും പാപികളാണ്, ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. ആ സമയത്താണ് റോമർ 5:8 പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ദൈവത്തെ അന്വേഷിക്കാത്തവരാണ്. നമ്മൾ ദൈവത്തെ അന്വേഷിച്ചത് എന്തിനാണെന്നറിയാമോ? എല്ലാം കിട്ടും. 3 ദിവസം ഇരുന്നാൽ എല്ലാം റെഡിയാവും. ഗൾഫിൽ പോവാം. 3 അല്ല 30 വേണേയിരിക്കും. അപ്പൊ ദൈവത്തെ അന്വേഷിച്ചതാണ്. ദൈവത്തെ അന്വേഷിച്ചതല്ല, ദൈവം തരുമെന്നുള്ള ധാരണയിലാണ്. അതിന് ഉപവാസമാണോ ഭൂഖർത്താലാണോ എനിക്കറിയില്ല. പാപികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, രക്ഷിക്കപ്പെട്ടവരുടെ അല്ലേ. നാം എല്ലാവരും പാപികളായിരുന്നു. ദൈവത്തെ ആരും അന്വേഷിച്ചില്ല. ദൈവം നമ്മളെ തേടിയാണ് വരുന്നത്, നമ്മളെ സ്നേഹിക്കുകയാണ്. നാം ദൈവത്തെ അന്വേഷിച്ചില്ലെന്ന് പറയുമ്പോൾ ചിലർ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതാ പറഞ്ഞത്, ദൈവത്തെ നാം എന്തിന്, ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അന്വേഷിച്ചത്. ഗോഡ് അല്ല നമ്മുടെ പ്രശ്നം, ഗിവർ അല്ല പ്രശ്നം, ഗിഫ്റ്റാണ് നമുക്ക് വേണ്ടത്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം പറയുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. നമ്മളിങ്ങനെ വഴിതെറ്റി നടക്കുന്ന കാലഘട്ടത്തിലും ദൈവം നമ്മുടെ പുറകെ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ചരിത്രത്തിൽ അവിടുന്ന് യാഗമായി തീർന്നു.
ആ യാഗത്തിന്റെ സാധ്യതകൾ പോലും ദൈവദാസിദാസന്മാരെ നമ്മുടെ വീട്ടിൽ വിട്ട് നമുക്കിത് പറഞ്ഞു തരുന്ന അനുഭവങ്ങൾ ഇതിനകത്തിരിക്കുന്ന എത്രയോ പേർക്കുണ്ട്. God is pursuing. പാപികളെല്ലാം കൂടെ തിരിഞ്ഞ ശേഷമല്ല കർത്താവ് യാഗമായി തീർന്നത്. പാപികളായിരിക്കുമ്പോൾ തന്നെ, തനിക്കാളുകൾ എതിരെ നിൽക്കുമ്പോൾ തന്നെ അവിടുന്ന് ക്രൂശിൽ മരിച്ച് തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. 10-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു. 9-ാം വാക്യം, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. എങ്ങനെയായി ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞു വിശ്വാസത്താല. എന്തായി വിശ്വസിക്കേണ്ടത്? 10-ാം വാക്യം പറയുന്നു, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അവിടുന്ന് അയച്ചു. അങ്ങനെയാണ് ദൈവം ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നത്. ഈ പ്രായശ്ചിത്തം എന്ന വാക്ക് നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കല്ല. ആ വാക്ക് ആഴമേറിയ അർത്ഥമുള്ള വാക്കാണ്. കാൽവറി ക്രൂശിനെ നമ്മൾ കാണുമ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, യേശു ആർക്കു വേണ്ടിയാണ് മരിച്ചത്? നിങ്ങളുടെ മറുപടി, എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. ഭാഗികമായി അത് ശരിയാണ്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ ക്രൂശ് മരണത്തെ വീണ്ടെടുപ്പിന്റെ സാധ്യതയാണ്. കർത്താവ് നമ്മളെ റിഡീം ചെയ്യുകയാണ്. എന്നാൽ യേശു നാണയത്തിന്റെ മറുവശം ദൈവത്തിന് വേണ്ടി മരിച്ചു. അവിടെയാണ് ഈ പ്രായശ്ചിത്തം വരുന്നത്. പ്രായശ്ചിത്തം എന്ന വാക്കിന്റെ അർത്ഥം ശമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാപികളോട് ദൈവത്തിന് കോപമാണ്. ചില ആളുകൾ ചിന്തിക്കുന്ന എങ്ങനെയാണെന്ന് അറിയോ? പാപത്തെ ദൈവം വെറുക്കുന്നു, പാപിയെ. അപ്പോൾ നരകത്തിൽ പാപത്തെ വിടും, പാപിയെ വിടാതിരിക്കുമോ? ചിന്തിച്ചിട്ടില്ലായിരിക്കല്ലേ? കാരണം ദൈവത്തിന് സ്നേഹമാണ് പാപികളോട്. ദൈവം ജനറലായി മനുഷ്യരെയെല്ലാം സ്നേഹിക്കുന്നു. പക്ഷെ പാപിയോടും അവൻ ചെയ്യുന്ന പാപത്തിനെതിരെയും ദൈവത്തിന്റെ കോപമാണ്. എവ്രി ഡേ ഗോഡ് ഈസ് ആംഗ്രി വിത്ത് സിന്നേഴ്സ്. വിടത്തില്ല ദൈവം. ദൈവത്തിന്റെ വിശുദ്ധ പ്രമാണത്തെ ലംഘിച്ചു, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനെ ലംഘിച്ചു. ലംഘിച്ച മനുഷ്യനെ ദൈവം ശിക്ഷിച്ചിരിക്കും. ദൈവത്തിന്റെ നീതിയാണ് മനുഷ്യരെ നരകത്തിൽ വിടുക എന്നുള്ളത്. നമ്മളെല്ലാവരും നരകത്തിന് അർഹരായിരുന്നു. അതാണ് ദൈവത്തിന്റെ നീതി. പക്ഷെ നാണയത്തിന്റെ മറുവശം ദൈവം സ്നേഹമാണ്. 4:8 രണ്ടാമത്തെ ഭാഗം പറയുന്ന ഗോഡ് ഈസ് ലവ്. 16-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും. ദൈവത്തിന്റെ നീതിയിൽ നമ്മളെ ശിക്ഷിക്കണം. കാരണം ശിക്ഷയില്ല. ചിലരെ ചിന്തിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അടുത്ത കാലത്ത് ഓരോരുത്തർ ക്ലാസ് എടുക്കാൻ പോയി. ഉപദേശിമാരെല്ലാം ഇരിക്കുക. ഞാൻ ഉപദേശിമാർക്ക് ഉച്ച കഴിഞ്ഞ് ഉറക്കം വരും. അതുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഒന്ന് ഇട്ടുകൊടുത്തു. ഞാൻ പറഞ്ഞു, എന്തിനാ ഈ ക്രൂശും മരണവും ഒക്കെ? ദൈവത്തിന് നമ്മളോട് അങ്ങ് ക്ഷമിച്ചുകൂടെ? അതിന് യേശുക്രിസ്തുവിനെ അയക്കണം, കാൽവറി ക്രൂശിൽ പോകണം. എന്തിനായി പ്രശ്നം? ദൈവത്തിന് നമ്മളോട് ക്ഷമിച്ചുകൂടെ? അയ്യോ, അവർ 10-25 പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചിന്തിച്ചേച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ശരിയാ, എന്തിനാ ഈ ക്രൂശ്? ഞാൻ മൂക്കത്ത് വിരൽ വെച്ച്, അപ്പൊ യുവമാർ എന്ത് സുവിശേഷമാ പറയുന്നത്? ഇപ്പൊ നിങ്ങളും ചിന്തിക്കുക, അത് ശരിയാന്നില്ല, എന്തിനാ ഈ ക്രൂശ്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ നേച്ചർ, സ്വഭാവം. അവിടുന്ന് നീതിമാനാണ്. നീതിമാനായ ന്യായാധിപതി എന്ന നിലയിൽ പാപത്തിന്റെ ശമ്പളം മരണമാ. ആ നിയമം മാറ്റിവെക്കത്തില്ല, അടിച്ചിരിക്കും. എൻ്റെ പപ്പ പാസ്റ്ററാണ്, എൻ്റെ പപ്പായുടെ പപ്പ സെൻട്രൽ പാസ്റ്ററാണ്, അതിൻ്റെ പപ്പായും പാസ്റ്ററാണ്. അടി ഉറപ്പാവുന്നേ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ. ദൈവം ദൈവത്തിന്റെ നിയമത്തെ മാറ്റിവെക്കില്ല. ദൈവം നീതിമാനാണ്. ഞാനത് ഒരു ഇലസ്ട്രേഷൻ നിങ്ങളോട് പറയുമ്പോൾ മനസ്സിലാക്കാം. പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവത്തിന് നമ്മളെ വീണ്ടെടുക്കണം. എങ്ങനെയാ വീണ്ടെടുക്കുന്നത്? പാവം ചെയ്യുന്ന ആൾ മരിക്കണം. ദൈവത്തിന്റെ കോപമാണ്.
കാരണം കൽപ്പന ലംഘിച്ചു. ദൈവത്തിന്റെ കോപമാണ്. നാമും ദൈവവും തമ്മിൽ ശത്രുതയിലാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:18 മുതൽ 5 തവണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രമ്യതപ്പെടുക, അനുരഞ്ജനപ്പെടുക, നിരപ്പ് പ്രാപിക്കുക. അർത്ഥം, മനുഷ്യൻ, പാപിയായ മനുഷ്യനും ദൈവവും അകന്നുപോയി. ദൈവം മുൻകൈയെടുക്കുക. ദൈവസ്നേഹത്തിൽ ക്രിസ്തു മൂലം പാപിയായ മനുഷ്യനെ തന്നോട് നിരപ്പിക്കാൻ അതിന് ദൈവം ചെയ്തതെന്തോ, ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ ഈ താണഭൂമിയിൽ അയച്ച് നമ്മുടെ പാപങ്ങൾ ക്രിസ്തുവിന്റെ മേൽ ചുമത്തി എന്ന് പറഞ്ഞാൽ യേശു അത് ചെയ്തതായി കണക്കിട്ടു. എന്നിട്ട് നമുക്ക് കിട്ടേണ്ട ശിക്ഷ കർത്താവിന്റെ മേൽ ചൊരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രായശ്ചിത്തം. ദൈവത്തിന്റെ കോപത്തെ ദൈവത്തിന്റെ പുത്രൻ ശമിപ്പിക്കുക. നമ്മുടെ പാപങ്ങളെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ മേൽ ചുമത്തിയപ്പോൾ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ കോപം അണപൊട്ടി ഒഴുകി. ആ കോപത്തിന്റെ മട്ടാണ് ദൈവത്തിന്റെ പുത്രൻ കുടിച്ചത്. 4ാമത്തെ മൊഴി ക്രൂശിൽ പറയുന്നത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങെന്നെ കൈവിട്ടതെന്ത്? പിതാവും പുത്രനുമായിട്ടുള്ള ഊഷ്മള ബന്ധത്തിന്റെ മേൽ പോലും നിഴൽ വീഴുന്ന അനുഭവം നമ്മെ പിതാവിനോട് നിരപ്പിക്കേണ്ടതിന് പുത്രൻ കൊടുത്ത വിലയാണ്. ഇതിൽ ദൈവത്തിന്റെ സ്നേഹം. ഇതിലാണ് ദൈവത്തിന്റെ സ്നേഹം. മനസ്സിലാക്കിയിട്ടുണ്ടോ? ദൈവം ഒരു പാപിയും വെറുതെ വിടത്തില്ല. ഒരു പാപിയും വെറുതെ വിടത്തില്ല. എന്നാൽ വെറുതെ വിടാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രന്റെ മേൽ. വാക്യം ഞാൻ വായിക്കാം. 2 കൊരിന്തി ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം നിങ്ങൾ നോക്കുകയും, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തത് ആരാണ്? ലോകത്തിലുള്ള എല്ലാ സാധാരണ മനുഷ്യരും പാപികളാണ്. ദൈവസന്നിധിയിൽ ആരും വിശുദ്ധനല്ല. പാപം അറിയാത്തവൻ ഒറ്റയാളേ ഉള്ളൂ. അവളെ വാഴ്ത്തപ്പെട്ട കർത്താവാ. ഇവിടെ പറയുന്നത് പാപം അറിയാത്തവനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കിയത്. അൺബിലീവബിൾ. ഇത് വേദപുസ്തകത്തിൽ ഇല്ലായിരുന്നു. മറ്റാരെങ്കിലും എന്നോട് പറഞ്ഞാൽ എനിക്കിത് ബുദ്ധിമുട്ടാണ്. എന്താ ഇതിന്റെ അർത്ഥം? എന്തല്ലെന്ന് ഞാൻ പറയാം. യേശുവിനെ പാപിയാക്കിയെന്നല്ലതിൻ്റെ അർത്ഥം. അത് ദൈവദൂഷണമാണ്. അങ്ങനെ ആരും വ്യാഖ്യാനിച്ചുകൂടാ. പാപമാക്കി. അത് മനസ്സിലാക്കാൻ യെശയ്യാപ്രവചനം 53-ന്റെ 6-ാം വാക്യം പരസ്യമായിട്ടൊന്ന് വായിച്ചു. അവിടെ ഒരു പദപ്രയോഗമുണ്ട്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. അല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകും. ഏത് പൊന്നുമോനാന്നേലും പോകും. ദൈവം ചെയ്തത് നമ്മുടെ പാപം അവന്റെ മേൽ ചുമത്തി. അതിന്റെ ഒരു ലളിത അർത്ഥം, എന്റെ ജീവിതം യേശു ജീവിച്ചതായി കണക്കിട്ടു. എനിക്ക് ചിന്തിക്കാൻ വയ്യാതെ. പൗലോസ് പറയുന്നത്, ഞാൻ പാപികളിൽ ഒന്നാമൻ. നമുക്കെല്ലാം അതാണ് പറയാനുള്ളത്. നമ്മുടെ ലൈഫ് യേശു ജീവിച്ചതായി കണക്കിട്ടടാ പൊന്നുമോനെ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ പാപം അവന്റെ ശരീരത്തിൽ വഹിച്ചു. രാവിലെ 9 മണിക്കാണ് യേശുവിനെ ക്രൂശിക്കുന്നത്. 3 മണി വരെയായിരുന്ന സമയം. നട്ടുച്ചയ്ക്ക് 12 മണിയായപ്പോൾ കൂരിരുട്ട്, സൂര്യൻ ഇരുണ്ടുപോയി, ഭൂമികുലുക്കമുണ്ടായി. ദേവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം ചിന്തപ്പെട്ടു. ആരോടും സംസാരിക്കുന്നില്ല. 3 മണിക്കൂർ അങ്ങനെയായിരുന്നു. വേദപണ്ഡിതാക്കളുടെ അഭിപ്രായത്തിൽ ഏറ്റവും കഠിനമായ കർത്താവിന്റെ വ്യഥ ആ സമയത്തായിരുന്നെന്നാണ്. സ്തോത്രം.
ഇത് ദുഃഖവെള്ളിയാഴ്ച കഞ്ഞിയും പയറും കുടിക്കുന്നതല്ല. ഇതാണ് നടക്കുന്നത്. പാപമറിയാത്തവനെ പിതാവാം ദൈവം പാപമാക്കുന്നു. എന്തിന്? ഞാൻ അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. ശരിക്കും ഇവിടെ നടക്കുന്നത്, എന്റെ പാപം കർത്താവിന്റെ മേൽ ചുമത്തി. 33.5 തിരുവയസ്സ് ഒരു പാപവും ചെയ്യാതെ ന്യായപ്രമാണത്തിന്റെ വള്ളി പുള്ളി തെറ്റാതെ അനുസരിച്ച നീതിയുണ്ടല്ലോ. വേദപണ്ഡിതാക്കൾ അതിനെ ആക്റ്റീവ് ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ആ നീതി എനിക്ക് കണക്കിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ആ ജീവിതം ജീവിച്ചതായി കണക്കിട്ടു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇത്? എന്നാ പാസ്റ്ററെ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്? പാപിയായിരുന്ന എൻ്റെ ഉൾക്കണ്ണ് തുറന്ന് ഈ ആകെ മരണത്തിൽ വിശ്വസിക്കാനുള്ള കൃപ ദൈവം തന്നു. പ്രവൃത്തിയാലല്ല രക്ഷ, വിശ്വാസത്താലാണ് രക്ഷ. ആദ്യം കാര്യം ബോധ്യമാകുക, അതെന്റെ അകത്തൊരു കൺവിക്ഷനായി മാറുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നെ കൺവിക്ട് ചെയ്യുന്നു, അതൊരു തീരുമാനത്തിലേക്ക് നയിക്കുന്നു. യേശു എൻ്റെ പാപം തൻ്റെ മേൽ ചുമന്നിട്ട് എൻ്റെ ശിക്ഷ താൻ വഹിച്ചു എങ്കിൽ ഈ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് പാപക്ഷമ കിട്ടുന്നു. വേദപുസ്തകം പറയുന്നു, നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്യുവർ ഗോസ്പലാണ്. ഞാൻ ഒരു ഇലസ്ട്രേഷൻ പറയാം, യൗവനക്കാർക്കെല്ലാം മനസ്സിലാകും. ഒരു ഇലസ്ട്രേഷൻ പറയാം. വിദേശത്തൊരു രാജ്യത്ത് ഒരു പെൺകുട്ടി 19-20 വയസ്സ് കാണും. അതിശീഘ്രമായി വേഗത്തിൽ വണ്ടി ഓടിക്കുകയാണ്. പോലീസ് പിടിച്ചു. കാരണം അവിടെ വെച്ചിരിക്കുന്ന സ്പീഡ് ലിമിറ്റുകളെ അവൾ ക്രോസ് ചെയ്തു. ഉടൻ തന്നെ പോലീസ് പിടിച്ചു. പോലീസ് അവൾക്ക് പെറ്റിയടിക്കുന്ന പോലെ അടിച്ചു. ഇത്ര $1 പിഴ. അവൾ അവിടെ പേഴ്സിൽ നോക്കിയപ്പോൾ അത്രയും $1 അടയ്ക്കാൻ അവളുടെ കയ്യിലില്ല. വളരെ ശാന്തമായി പിടിച്ച പോലീസുകാരൻ പറഞ്ഞു, ഒരു ദിവസം നീ ജയിലിൽ പോയി നോക്കൂ. ഒന്നുകിൽ ഇത്ര $1 പിഴ അടയ്ക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം ജയിൽ. നിവൃത്തിയില്ല. പോലീസുകാരൻ പിടിച്ചോണ്ട് ആ കൗണ്ടിയിൽ 24 മണിക്കൂർ ഓപ്പറേഷനിലായിരിക്കുന്ന കോർട്ടുണ്ട്. അവളെ കൊണ്ടുപോയി. കോർട്ടിൽ ചെന്നപ്പോൾ നീണ്ട ക്യൂ ആണ്. ഓരോരുത്തരെ വിസ്തരിക്കുന്നു, വിടുന്നു. എവിടെ ചാൻസ് വന്നു? എന്താ തെളിവെടുപ്പൊന്നുമില്ല. കാരണം പോലീസ് നേരിട്ട് പിടിച്ചതല്ലേ. റെക്കോർഡുകളെല്ലാം അവർക്ക് വിരോധമാണ്. രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് നീതിമാനായ ജഡ്ജി പറഞ്ഞു, ഇത്ര $1 പിഴ, അല്ലെങ്കിൽ ഒരു ദിവസം ജയിൽ. പെൺകുട്ടി അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ അടയ്ക്കാൻ പണമില്ല, എങ്കിൽ ജയിൽ എന്ന് അദ്ദേഹം വിധിച്ച് അദ്ദേഹത്തിന്റെ ഗാവലെടുത്ത് അടിച്ചു. അതിനുശേഷം നടന്നത് കോടതി ഞെട്ടിപ്പോയി. ഈ വലിയ മനുഷ്യൻ, ഈ ന്യായാധിപൻ സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റു. അയാളുടെ ഔദ്യോഗിക വസ്ത്രം മാറ്റി കസേരയിലിട്ടു. അയാൾ നടന്ന് ഈ പോലീസുകാരന്റെ അടുത്ത് വന്നു. പോലീസുകാരൻ പെൺകുട്ടിയുമായിട്ട് നിൽക്കുക. അദ്ദേഹത്തിന്റെ പേഴ്സ് എടുത്തിട്ട് അയാൾ വിധിച്ച പിഴയെടുത്ത് പോലീസുകാരൻ്റെ കൊടുത്തു. പെണ്ണിനെ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. കോടതി പിന്നീടാണ് മനസ്സിലാക്കിയത്, ഈ ജഡ്ജിയുടെ മകളാണിത്. ഇതാണ് സ്വർഗം നമുക്ക് വേണ്ടി ചെയ്തത്. നീതിമാനായ ന്യായാധിപതി തൻ്റെ നീതിയിൽ നമ്മളെ വിധിച്ചിരിക്കുകയാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദൈവത്തിന്റെ കോപമാണ് പാപികളുടെ മേൽ. പക്ഷെ ദൈവം ഒരു പരിഹാരം കൊടുത്തു. ദൈവം തന്നെ മുൻകൈ എടുത്ത് സ്വർഗത്തിലെ ഏറ്റവും വലിയ ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്, ദൈവത്തിന്റെ പുത്രൻ. ഒരു വേദപണ്ഡിതൻ പറയുന്നത്, ദൈവം വിചാരിച്ചാൽ പോലും ഇതിനപ്പുറത്ത് ഇനി ഒന്നും തരാനില്ല. ദൈവത്തിന്റെ പുത്രനെ അയച്ചിട്ട് നമുക്ക് കിട്ടേണ്ട ശിക്ഷയും നമ്മുടെ പാപവും കർത്താവിന്റെ മേൽ ചുമത്തി. ഇതാണ് പ്രായശ്ചിത്ത മരണം. പാപികളോടുള്ള ദൈവത്തിന്റെ കോപത്തെ ദൈവത്തിന്റെ പുത്രൻ ശമിപ്പിച്ചു, സാറ്റിസ്ഫൈഡ് ആക്കി, അപ്പീസ്ഡ് ആക്കി. അതാണ് പ്രൊപ്പിഷിയേഷൻ, പ്രായശ്ചിത്തം. ഈ പ്രായശ്ചിത്തത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയാണ്.
ഇത് വിട്ടിട്ട് എന്നാ കാറാണ്, എന്നാ ജോലിയാണ്, ജോലി ഇല്ലേൽ എന്നാ, കാറില്ലേൽ എന്നാ, വീടില്ലേൽ എന്നാ, വസ്തു ഇല്ലേൽ എന്നാ. രക്ഷിക്കപ്പെട്ട ദൈവം, ഞാനൊരു ദൈവ പൈതല, അതിനപ്പുറത്ത് എന്താണ് ഭാഗ്യം? പാപമറിയാത്തവനെ നാം അവൻ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമാക്കി. സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. 8:50 വരെയാണ് മീറ്റിങ്ങിന്റെ ടൈം എനിക്ക് തന്നിരിക്കുന്നത്. 9 മിനിറ്റ് കൂടെ ഉണ്ട്. ശ്രദ്ധിക്കണം. ഇനി ആ മെസ്സേജ് 9-10 വാക്യം, 1 യോഹന്നാൻ 4-ാം അധ്യായം 9-10 വാക്യം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. 9-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ഇൻകാർണേഷൻ, അവിടുന്ന് മനുഷ്യനായി ഭൂമിയിൽ വന്നേ എല്ലാം ഒന്ന് ചുറ്റിക്കണ്ടേച്ച് പോകാനല്ല. 10-ാം വാക്യം, 9-ാം വാക്യത്തിൽ പറഞ്ഞു നമുക്ക് ജീവൻ ഉണ്ടാകാൻ, ആ ജീവൻ വരാൻ പ്രായച്ചിത്തമായി. അപ്പൊ ഈ 2 വാക്യത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹമാണ് ഡെമോൺസ്ട്രേറ്റ് ആകുന്നത്. മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി. അടുത്തതാണ് മനസ്സിലാക്കേണ്ടത്. 11-ാം വാക്യത്തിലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ. 9-10 എന്ന് പറയുന്നത് ഇതിന്റെ ഫൗണ്ടേഷനാണ്. ഈ അടിസ്ഥാനമിടാതെ മേളിലോട്ട് പണിയാനൊക്കത്തില്ല. എങ്ങനെയാ ആപ്ലിക്കേഷൻ? പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ, എങ്ങനെ 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 അത് വിശ്വാസികളോടുള്ള ദൂത. ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ ആ സ്നേഹം രുചിച്ചറിഞ്ഞ വിശുദ്ധനോടാണ് പറയുന്നത്. പ്രിയമുള്ളവരെ എന്നുള്ള വിളിയിൽ തന്നെ അതുണ്ട്. ദൈവം നമ്മെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ മേൽ പറഞ്ഞതുപോലെ ഈ പ്രായശ്ചിത്ത മരണത്തിലൂടെ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ സ്വർഗത്തിൽ പിടിച്ചു വെക്കാതെ നമുക്ക് വേണ്ടി സാക്രിഫിഷ്യലായി ഏൽപ്പിച്ചു തന്നു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ഇത് ഭയങ്കര ഗൗരവമുള്ള സംഭവമാണ്. ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ഈ ലേഖകൻ യോഹന്നാനെ കുറിച്ച് സഭാപിതാവ് ജെറോം പറയുന്നത്, ഈ മനുഷ്യൻ വളരെ വാർദ്ധക്യത്തിലാണ് മരിച്ചത്. അപ്പൊ നല്ല പ്രായമായി കഴിഞ്ഞ് അപ്പച്ചൻ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യായെങ്കിലും 2 പേര് പിടിച്ചുകൊണ്ട് യോഗത്തിന് പോകും. അവിടെ ഇരിക്കും. അപ്പച്ചന് 2 വാക്ക് പ്രബോധനം പറയാനായിട്ട് ക്ഷണിക്കും. അപ്പോൾ എല്ലാവരും കൂടെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരിക്കും. പുള്ളി പറയും, കുഞ്ഞുങ്ങളെ, നാം അന്യോന്യം സ്നേഹിക്കണം. ഇരുന്നു. അടുത്ത യോഗത്തിനും ഒരു സമയം കൊടുക്കുമ്പോൾ ഇതാ പറയുന്നത്. അവസാനം അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ചോദിച്ചു, അപ്പച്ചാ വേറെ ദൂതൊന്നും ഇല്ലയോ? ഇതേ ഉള്ള പറയാൻ. അദ്ദേഹം പറഞ്ഞെന്നാ പറയുന്നത്, ഇത് ചെയ്താൽ ബാക്കിയല്ല അതിനകത്തുണ്ടെന്ന്. വിശുദ്ധന്മാരെ, സഭാ പാസ്റ്റർമാരെ, നമുക്ക് പ്രസംഗമുണ്ട്, പാട്ടുണ്ട്, കൈത്താളമുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനം ഇപ്പം അത്രയില്ല, എന്നാലും പ്രവചനമുണ്ട്. ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ഇല്ലാത്ത ഒറ്റ ഐറ്റമേ ഉള്ളൂ. ഏത്? സമ്മതിച്ചല്ലോ. അതിന്റെ വിഷയം കിടക്കുന്ന ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ നോക്കിയേ, 7-ാം വാക്യം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. കേട്ടോ, വിഷയം മാറാൻ പോവുക. ഇപ്പം സ്നേഹം വരുന്നത് എവിടെയാ എന്ന് പറഞ്ഞാൽ, ചുമ്മാ സ്നേഹമുണ്ട്, ഞങ്ങളുടെ പാർട്ടിയാ, അതുകൊണ്ടൊരു സ്നേഹം. ആ സ്നേഹമല്ലിത്. ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചെങ്കിൽ, ചിലർക്ക് ഗുണ്ടായിസം സ്നേഹമുണ്ട്, ആ സ്നേഹമല്ലിത്. ഇല്ലേ? അച്ഛനെതിരെ ആരാടാ സംസാരിച്ചത്? ഞങ്ങളൊക്കെ ഉണ്ട്. അതല്ല ഈ സ്നേഹം.
ദൈവം നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ, ഇപ്പൊ 9-10 വാക്യത്തിൽ വെളിപ്പെട്ട സ്നേഹത്തോടുള്ള ബന്ധത്തിലാണ് സംസാരിക്കുന്നത്. മറ്റതെല്ലാം വ്യാജന, കള്ളനോട്ട. അവൻ 4 കാല് വാരിയാൽ നിന്റേതും വാരും തക്കം കിട്ടിയാൽ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പൊ സ്നേഹത്തിന്റെ ഉറവിടം ദൈവമാണ്. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ സ്നേഹത്തിന്റെ കുറവെന്താ? ഇപ്പൊ ശക്തമായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. തിരിച്ചറിയണം, ഇത് തിരിച്ചറിയണം. നമ്മുടെ ഇടയിൽ രക്ഷിക്കപ്പെട്ടവർ കുറവാണ്. സംഘടനയിൽ വലിയ സാധനമൊക്കെ കാണും, അത് കയ്യിലിരിക്കും. ഞാൻ വാക്യമാണ് പറയുന്നത്. അച്ഛനെ എല്ലാവർക്കും പേടിയാടാ, അച്ഛൻ വല്ലതും ചെയ്തു കളി. എൻ്റെ അച്ഛ എന്താ ഇത്? എന്താ ഗുണ്ടാത്തലവനോ? ഈ വാക്യത്തിന്റെ ഗ്രീക്കൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. 9-10 വാക്യത്തിൽ ഒരു ബേസ് ആണ്, ഫൗണ്ടേഷൻ. ഈ സ്നേഹത്താൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മളിൽ വരേണ്ടത് പരസ്പര സ്നേഹമാണ്. ഈ ദൈവസ്നേഹം നമ്മളിൽ വ്യാപരിക്കണം. 7-ാം വാക്യം അതാ പറയുന്നത്. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ്പീരിയൻഷ്യലായി ദൈവവുമായിട്ട് ബന്ധമുണ്ട്. ഏതായാലും ഇത്രയും വായിച്ച സ്ഥിതിക്ക് 8-ാം വാക്യം കൂടെ ഒന്ന് നോക്കുകയും, ഒത്തിരി പറയേണ്ടതാ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കേട്ടോ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സമ്മതിക്കുന്നുണ്ടോ? ഇത് ഒന്നും ചെയ്യാനൊക്കത്തില്ല. വാക്യം അങ്ങനല്ലേ? ഇന്ന് രാത്രി ഉപദേശിമാർ ഉൾപ്പെടെ സകലരും മാനസാന്തരപ്പെട്ടോണം. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത്. അവരോർക്കുന്നത് കൈത്താളത്തിൽ ആളുകളെ ഇളക്കുകയും ചെയ്യാം, പിന്നെ പരിപാടി വേറെ ഇതുമുണ്ട്. അതല്ലടാ കുഞ്ഞെ ആത്മീയം. രക്ഷിക്കപ്പെട്ടവനാണോ? ദൈവസ്നേഹം അവൻ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? അവനിൽ ആ സ്നേഹമാണ് സഹോദരി സഹോദരന്മാരോട് വെളിപ്പെടുന്നത്. കറുത്തവനാണെങ്കിൽ അവന് വിഷയമല്ല, വെളുത്തവനാണെങ്കിൽ വിഷയമല്ല, പണ്ഡിതനാണെങ്കിൽ വിഷയമല്ല, വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവന് വിഷയമല്ല, പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ വിഷയമല്ല, അറിയത്തില്ലെങ്കിൽ വിഷയമല്ല, 10 പേരുള്ള സഭയാണെങ്കിലും വിഷയമല്ല, 5000 പേരുള്ള സഭയാണെങ്കിലും വിഷയമല്ല. അവൻ വിവേചനം കൂടാതെ ദൈവം അവനെ സ്നേഹിച്ചതുപോലെ അവൻ സ്നേഹിക്കും. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല. സ്തോത്രം. അവ ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളു കേട്ടോ. നിങ്ങൾ ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്, പെട്ടെന്ന് നിർത്താം. അതുകൊണ്ട് ഞാനേ ഒരു 3 വാക്യം ഞാൻ തന്നെ അങ്ങ് വായിക്കാം, എന്നിട്ട് ഞാൻ നിർത്താം. എന്നിട്ട് ഓൾട്ടർ കോൾ കൊടുക്കാൻ പോവാം മാനസാന്തരപ്പെടേണ്ടവർക്ക്. സ്തോത്രം. പാമ്പാക്കുട സെന്ററിൽ ഞാൻ ആദ്യമായിട്ട് വരിക. ഞാനിപ്പോ രാത്രിയില് സ്ഥലം വിടും. ഇത് ദൈവം ഏൽപ്പിച്ച ഒരു ദൂതാണ്. പെന്തിക്കോസുകാരോട് മുഴുവൻ പോയി പ്രസംഗിക്കണോ? ഇതിനകത്ത് ആര് വരുമെന്നായി പറയുന്നേ? ഈ പരുവത്തിൽ പോയാൽ ഇതൊക്കെ പരസ്യമായിട്ട് ഞാൻ പറയാം. ഇനിയിപ്പോ ഇത് ഒളിച്ചും മറച്ചൊന്നും വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. എനിക്കങ്ങനെ അടുത്ത വേദി വേണമെന്ന് നിർബന്ധമൊന്നുള്ള ആളില്ല. മക്കളെ എഴുതിയെടുത്തോ 3 വാക്യം. 1 യോഹന്നാൻ 2:11. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ കൈയടിച്ചപ്പോഴോ അപ്പോഴേ ഇരുട്ടില്ല. ആ ഇരുട്ട് മാറട്ടെ? ഇല്ല, മാറത്തില്ല. ഇരുട്ടവന്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടെ പോകുന്നു എന്നവൻ അറിയുന്നില്ല. വേദോസത്തിലെ വാക്യമായി ഇതേ ലേഖനത്തിൽ. ഇപ്പൊ താണ്ട സഹോദരിക്ക് എഴുതിയെടുക്കുക. 2-ാമത്തോട് എഴുതിയെടുക്കുക. 3:15.
സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. ഒന്ന്, തപ്പിത്തടഞ്ഞ് നടക്കുക, കാരണം ഇരുട്ടിലെ ആള്. രണ്ട്, ആള് സൂപ്പർ കൊലപാതകനാ, പുള്ളി സ്വർഗത്തിൽ പോകുന്ന ആളല്ല, എത്ര എക്സ്പീരിയൻസ് വാഷറായിട്ടാണേലും. 4-ാം അധ്യായം 20-ാം വാക്യം. ശരിക്കും പ്രിയമുള്ളവരെ, 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 21 വരെ ഒറ്റ പാസേജാ. പക്ഷെ അതൊക്കെ നമുക്ക് സ്റ്റഡികൾ എടുത്താലേ പറ്റത്തുള്ളൂ. നമുക്കിങ്ങനെ പരിമിതമായ സമയത്തിൽ പറ്റത്തില്ല. മക്കളെ, ഇത് കേട്ടോണം, വീട്ടിൽ ചെന്ന് ചോദിക്കണം എന്താണ് ആ ഉപദേശി പറഞ്ഞതെന്ന്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ 1 ഇരുട്ട്, 2 കൊലപാതകൻ, 3 അല്ലേ കള്ളി. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ എന്തോ. പിന്നെ നമ്മളെന്തിനെ ഒപ്പിക്കാൻ നോക്കുന്നത്? കഴിയത്തില്ലെന്ന് ദൈവാത്മാവല്ലേ പറയുന്നത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. സമയം 2 മിനിറ്റ് കൂടെ കൂടി, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. എന്താണ് നമ്മൾ ചിന്തിച്ചത്? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ട് പോവുകയല്ല, വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ നമുക്ക് ആ സ്നേഹം കാണാം. നിർവ്യാജ സ്നേഹം, നിർമ്മല സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, ത്യാഗ സ്നേഹം, തന്നെത്താൻ കൊടുത്ത സ്നേഹം. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ പിതാവാണ് നമ്മെ ജനിപ്പിച്ചതെങ്കിൽ ആ പിതാവിന്റെ സ്വഭാവമാണ് മക്കളിൽ ഉണ്ടാകേണ്ടത്. ലോജിക്കല്ലേ അത്? പിതാവാം ദൈവം അവിടുത്തെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ്. ആണെങ്കിൽ പിതാവിന്റെ സ്വഭാവമാണ് നമ്മളിൽ വരേണ്ടത്. പക്ഷെ ഇതൊരു വിചിത്ര കാഴ്ചയാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നു. നമ്മൾ ഈ ലാസ്റ്റിൽ വായിച്ച കള്ളന്മാരെ പോലെയും കൊലപാതകന്മാരെ പോലെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്നവരെ പോലെയാ. ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. ഒരുപക്ഷെ നമ്മുടെ അറിവുകേട് നിമിത്തമായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞാൻ മടങ്ങി വരുന്നു എന്ന് പറയാൻ തയ്യാറാകണം. ഇതുവരെ രക്ഷിക്കപ്പെടാത്തവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ സ്നാനപ്പെട്ടതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ കുലുങ്ങിയതും ആടിയതും ഒക്കെ അവിടെ ഇരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്തിന്റെ പൊരുള് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, എന്റെ പാപം, ഞാനൊരു പാപിയാണ് ദൈവത്തിന് മുൻപിൽ, എന്റെ പാപം അവിടുന്ന് ചുമന്നു കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് അത് ചുമന്നത് മാത്രമല്ല, അതിന്റെ ശിക്ഷയും അവിടുന്ന് ഏറ്റെടുത്തു. ഞാൻ ശിക്ഷിക്കപ്പെടണ്ട, ആ യാഗമരണത്തിൽ എനിക്ക് വിശ്വസിക്കാമെങ്കിൽ, വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രവൃത്തിയിൽ ആ വിശ്വാസം കാണാം. മനസ്സിലായോ? എന്താ ഇവിടെ പറഞ്ഞ പ്രവൃത്തി? ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കുക. കണ്ണുകൾ അടയ്ക്കാം, അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ മൈക്ക് കൈമാറാൻ പോവുക, പക്ഷെ ഓൾഡർ കോൾ നടത്താൻ പോവുക. കണ്ണുകൾ അടയ്ക്കണം. നിങ്ങളോട് തന്നെ ചോദ്യേ, ഞാൻ ഇതിനു വേണ്ടിയാണ് വളരെ ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞത്. കാര്യങ്ങൾ ആളുകൾ ഗ്രഹിപ്പാനാണ്. എല്ലാ പാസ്റ്റർമാരും എല്ലാ സഹോദരി സഹോദരന്മാരും നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക. നിങ്ങൾ ആരും നോക്കണ്ട. നിങ്ങളുടെ പാസ്റ്ററായി നിങ്ങളുടെ കൈ ഒന്ന് ഉയർത്തിയാൽ ഉടനെ നിങ്ങളൊരു പരാജയമാണെന്ന് ആര് വിചാരിക്കട്ടെ. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഘടകം എന്താണ്? വാശിയാണോ? വൈരാഗ്യമാണോ? ആരോടെങ്കിലുമുള്ള പക കൊണ്ടാണോ? എന്താണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്? ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, ആദ്യമായി കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ പൊരുള് തിരിച്ചറിഞ്ഞ ഇതിനകത്ത് നിൽക്കുന്ന യൗവനക്കാരത്തികളാകട്ടെ, യൗവനക്കാരാകട്ടെ, സഹോദരിമാരാകട്ടെ, സഹോദരന്മാരാകട്ടെ, ഇന്ന് രാത്രി ആ കാൽവരി ക്രൂശിലെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. യേശുവിനെ എന്റെ രക്ഷിതാവായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ പാപം അവന്റെ മേൽ ചുമന്നു, എന്റെ ശിക്ഷ അവൻ വഹിച്ചു. അത് ദൈവവചന സത്യമാണ്. ദൈവം എന്നെ ഇത്രത്തോളം സ്നേഹിച്ചല്ലോ എന്ന് പറയുന്നവർ മാത്രം അവരുടെ കരമൊന്ന് ഉയർത്തിക്കാട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കരമൊന്ന് താഴ്ത്തിയിട്ടേ.
ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഒരുപാട് പേര് കരമുയർത്തി, അങ്ങനെയല്ല. ആദ്യമായിട്ട് സുവിശേഷം ഞാൻ ഇപ്പോഴാണ് കേട്ടത്. ഈ സത്യം ഞാൻ ഇങ്ങനെ കേട്ടു, എന്നെ പിടിച്ച് സ്നാനപ്പെടുത്തിയതാ. പക്ഷെ ഈ സുവിശേഷത്തിന്റെ കാതലായ മർമ്മം ഞാൻ ഇന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. എനിക്ക് ഈ സത്യമാണ് ഉൾക്കൊള്ളേണ്ടത്. ലോർഡ്, മൈ സിൻസ് ഓൺ യു. അയ്യോ, അതെങ്ങനാ? ഞാൻ എത്ര വൃത്തികെട്ടവനാണ്. അതെല്ലാം അങ്ങ് വഹിച്ചോ. എനിക്ക് കിട്ടേണ്ട ശിക്ഷ അവിടുന്ന് ഏറ്റെടുത്തോ. അത് ഹൃദയത്തിൽ കത്തിയെങ്കിൽ, അങ്ങനെ പറയുന്ന അത് മനസ്സിലാക്കിയിട്ട് ഞാൻ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ കർത്താവെന്ന് വിളിക്കുവാൻ, എൻ്റെ മുഴുവൻ ജീവിതവും യേശുവിനെ പരമേൽപ്പിക്കാൻ ഞാൻ തയ്യാറെന്ന് പറയുന്ന, ആദ്യമായിട്ട് പറയുന്നവർ മാത്രം ഒന്ന് കരമുയർത്തിക്കാട്ട്. ആദ്യമായിട്ട് പറയുന്നവർ മാത്രം ഒന്ന് കരമുയർത്തിക്കാട്ട്. അങ്ങനെയുള്ളവർ മാത്രം കരമുയർത്തിക്കാട്ട്. ഇന്ന് എനിക്ക് രക്ഷിക്കപ്പെടണം. ആ ദൈവ സ്നേഹത്തിന്റെ മുൻപിൽ ഞാനിതാ കീഴടങ്ങുന്നുവെന്ന് പറയുന്നവർ യൗവനക്കാര്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. രണ്ടാമതായി നിങ്ങൾ കേൾക്കണം, ഞാൻ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ എനിക്ക് എൻ്റെ കൂട്ടായ്മയിലുള്ള, പ്രാദേശിക സഭയിലുള്ള ആളുകളെ സ്നേഹിപ്പാൻ എനിക്ക് കഴിയുന്നില്ല. ഞങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഈ പറയുന്നത് പോലെ നിർവ്യാജ സ്നേഹം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഈ സാക്രിഫിഷ്യൽ ആയുള്ള സ്നേഹമില്ല, കൊടുത്തുള്ള സ്നേഹമില്ല. ഷെയ്ക്കാൻഡ് കൊടുത്ത് പറയുമ്പോഴും എനിക്ക് വാസ്തവത്തിൽ ഉള്ളത്തിൽ കയ്പാണ്. പക്ഷെ ഞാൻ ദൂത ഏറ്റെടുക്കുന്നു. അത് പറയാൻ എത്ര പാസ്റ്റർമാരുണ്ട്, എത്ര സഹോദരന്മാരുണ്ട്. അവരുടെ കൈ കർത്താവ് കാണട്ടെ. അനേകരുടെ കൈ ഞാൻ കാണുന്നു. ഇന്ന് രാത്രി സമർപ്പിക്കാൻ ആര് നമ്മളെ വാശിയിലേക്ക് കൊണ്ടുവരട്ടെ, നമുക്കത് വിഷയമല്ല. പാപത്തെ ഇന്ന് രാത്രി ഏറ്റുപറയുക. വായ തുറന്ന് ഏറ്റു പറഞ്ഞാട്ട്. ചിലർക്ക് കൈ കൊടുക്കാതെ ഇരുന്നതും, ചിലർക്കെതിരെ വാട്സാപ്പ് മെസ്സേജുകൾ നമ്മൾ അയച്ചതും, ചിലർക്കെതിരെ ആരും കാണാതെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചത്, ഇന്ന് രാത്രി ദൈവത്തോട് ക്ഷമ ചോദിക്ക്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്നേഹിപ്പാൻ നാം കടപ്പെട്ടിരിക്കുകയാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല. എല്ലാ വായ്കളും തുറക്കട്ടെ, കണ്ണുകൾ അടയട്ടെ, വായ്കൾ തുറക്കട്ടെ, ശബ്ദം ഉയർത്തട്ടെ, ദൈവത്തെ സ്തുതിക്കട്ടെ.